മിനിറ്റ്സിൽ പ്രാർത്ഥനയും ആശീർവാദവും. ഇനിയും ഞാൻ അതിന് ക്രമീകരണങ്ങൾ ചെയ്തവരുടെ കയ്യിലേക്ക് മൈക്ക് കൈമാറുകയാണ്. മറ്റൊരു സന്തോഷമുള്ളത് സേവ്യാ സംഘത്തിൻ്റെ സെൻറ്റർ സെക്രട്ടറിയായി നമ്മുടെ ഇടവകയിലെ അംഗമായിരിക്കുന്ന ആളുടെ ബീന ചാണ്ടിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതും ഇന്നലെയാണ് അതിൻ്റെ വാർഷിക പൊതുയോഗം നടന്നത്. അതും ഈ തരുണത്തിൽ പ്രസ്താവിക്കുകയാണ്. താങ്ക് യു ഓൾ. നമുക്ക് 11 മണിക്കാണ് പൂർത്തീകരിക്കാൻ ആഗ്രഹിച്ചത്. 5 മിനിറ്റ് മുമ്പേ നമുക്കത് ക്രമപ്പെടുവാനായിട്ട് സാധിച്ചു. സഹകരിച്ച എല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷം കടപ്പാടും അറിയിക്കും. അച്ഛന്മാർ ഇപ്പുറത്തോട്ട് വരുന്നു. നമ്മുടെ യാത്രയപ്പ് സമ്മേളനം ആരംഭിക്കത്രേ. ഇപ്പോൾ ഗായക സംഘം ആദ്യം പാടുന്നത് അത്രേ. ഹലോ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്നെ
പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥാപിതാവേ, ഈ ആരാധനയ്ക്ക് ശേഷം വീണ്ടും തിരുസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഞങ്ങൾക്കെന്ന വലിയ അവസരത്തിനായിട്ട് സ്തോത്രം. നന്ദി അല്ലാതെ ഒന്നും ചൊല്ലുവാൻ ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ സഭയ്ക്കായി, സഭയുടെ നേതൃത്വങ്ങൾക്കായിട്ടൊക്കെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഇടവകയെ ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു. കാലാകാലങ്ങളിൽ പട്ടക്കാരുടെ പ്രവർത്തനങ്ങൾ, പ്രയത്നങ്ങൾ മൂലം ഈ ഇടവക വളർന്നു വരുവാൻ നീ ഇടയാക്കിയല്ലോ. കഴിഞ്ഞ 4 വർഷത്തിൽ ഈ ഇടവകയിലെ വികാരിയായി പ്രവർത്തിച്ച പ്രിയ അച്ഛനെയും കൊച്ചമ്മയും കുഞ്ഞുങ്ങളെയെല്ലാം തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ ഈ ഇടവകയുടെ വളർച്ചയ്ക്ക് മുഖാന്തരമാക്കി തീർത്തുവല്ലോ. കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ വളർത്തുന്നതിന്, അന്യോന്യമുള്ള ബന്ധങ്ങൾ വളർത്തിയെടുക്കുന്നതിന്, ചുറ്റുപാടുള്ള സമൂഹത്തിൽ ഇറങ്ങി ആവശ്യങ്ങൾ കണ്ട് പ്രവർത്തിക്കുന്നതിന് ഇടവക ഒരു മിഷണറി ഉദ്ദേശത്തോടുകൂടി പ്രവർത്തിപ്പാൻ ഒക്കെ നീ സഹായിച്ചുവല്ലോ. അച്ഛനിൽ കൂടി ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കായിട്ടും സ്തോത്രം. കർത്താവെ, നീ കൊടുത്ത എല്ലാ കഴിവുകൾക്കായിട്ടും നന്മകൾക്കായിട്ടും സ്തോത്രം. പുതിയൊരു ഇടവകയിലെ പോകുമ്പോൾ നിൻ്റെ കാവൽ കൂടെ ഇരിക്കണമേ. ഇരട്ടി ദൈവത്തിൻ്റെ കൃപകൾ അനുഭവിച്ച് പുതിയ ഇടവകയിൽ ഏറ്റവും അനുഗ്രഹകരമായ ശുശ്രൂഷ നിർവഹിപ്പാൻ നിൻ്റെ മക്കളെ സഹായിക്കണമേ. കൊച്ചമ്മയെ ഓർക്കുന്നു, കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. അച്ഛൻ്റെ പ്രവർത്തനങ്ങൾക്ക് താങ്ങും തണലുമായി കൂടെ ഇരുന്ന് ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ അന്യോന്യം സഹകരിച്ച് പ്രവർത്തിപ്പാനായിട്ട് കൊച്ചമ്മയെ ഒരുക്കിയതായിട്ട് സ്തോത്രം. എല്ലാ അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ. ഈ മീറ്റിങ്ങിൽ വന്നുചേർന്ന എല്ലാവർക്കുമായിട്ടും നിന്നെ സ്തുതിക്കുന്നു. ഈ അനുഗ്രഹം നിറഞ്ഞതായിട്ടുള്ള ഈ നിമിഷങ്ങളിൽ നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കാവൽ ഞങ്ങൾക്കേവർക്കും തുണയായിരിക്കണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സ്വാഗതം വൈസ് പ്രസിഡന്റ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എത്രയും സ്നേഹവും ബഹുമാനമുള്ള വെരി റവറൻ എബ്രഹാം ഷൗമലച്ചൻ, വെരി റവറൻ ഡോക്ടർ KG പോത്തനച്ചൻ, തോമസ് വർഗീസ് അച്ചൻ, ഡോക്ടർ ജോൺ G മാത്യൂസ് അച്ചൻ, ക്രിസ്റ്റി കൊച്ചമ്മ, മക്കൾ ജീവൻ ആൻഡ് മിലൻ, ഇടവയുടെ ഭാരവാഹികൾ, കൈസാന സമിതി അംഗങ്ങൾ, സംഘടനാ ഭാരവാഹികൾ, ശേഷം കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഇടവക ജനങ്ങളെ, ഏവർക്കും ക്രിസ്തുയേശുവിലുള്ള സ്നേഹവന്ദനം. ഈ ഇടവകയിൽ കഴിഞ്ഞ 4 വർഷം നമ്മുടെ അജപാലകനായി, വഴികാട്ടിയായി, സഹോദരനായി സ്തുത്യർഹമായിട്ടുള്ള സേവനം അനുഷ്ഠിച്ച് സഭയുടെ നിയോഗപ്രകാരം സ്ഥലം മാറിപ്പോകുന്ന റവറൻ ഡോക്ടർ ജോൺ G അച്ഛനും കുടുംബത്തിനും യാത്രാമംഗളങ്ങൾ നേരുന്നതിനായിട്ടാണല്ലോ നമ്മൾ കൂടി വന്നിരിക്കുന്നത്. അച്ഛൻ സ്ഥലം മാറിപ്പോകുന്ന ഇടത്ത് കൂടുതൽ ശ്രേഷ്ഠകരമായിട്ടുള്ള ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം എല്ലാ ആത്മീയ നൽവരങ്ങളും ഉയരത്തിലെ കൃപകളും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഇന്നത്തെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷത പദം അലങ്കരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട വെരി റവറൻ എബ്രഹാം ശാമുവേലച്ചനാണ്. നമ്മുടെ ഇടവകയിലെ എല്ലാ ആരാധനയിലും പ്രോഗ്രാമിലും പ്രെയർ മീറ്റിങ്ങിലും വന്ന് സംബന്ധിക്കുകയും അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം നൽകുകയും ചെയ്യുന്ന അച്ഛനെയും കൊച്ചമ്മയെയും ഹാർദവമായി നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ മീറ്റിങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് വെരി റവറൻ ഡോക്ടർ KG പോത്തനച്ചൻ അച്ഛനും നമ്മുടെ ഇടവകയിലെ എല്ലാ ആരാധനയിലും പ്രെയർ മീറ്റിങ്ങിലും വന്ന് അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം നൽകുന്നു. അച്ഛനെയും കൊച്ചമ്മയെയും ഏറ്റവും സന്തോഷത്തോടു കൂടി എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് തോമസ് വർഗീസ് അച്ഛൻ ഇവിടെ ഉള്ളപ്പോൾ എല്ലാ ആഴ്ചയിലും നമ്മുടെ ആരാധനയിലും മറ്റ് പ്രോഗ്രാമിലും പ്രെയർ മീറ്റിങ്ങിലും വന്ന് നല്ല നേതൃത്വം നൽകുകയും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന അച്ഛനെയും എല്ലാവരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് നമ്മുടെ സ്നേഹ ആദരവുകളും ആശംസകളും ഏറ്റുവാങ്ങാനായിട്ട് നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട റവറൻ ഡോക്ടർ ജോൺ G അച്ഛൻ, ക്രിസ്റ്റി കൊച്ചമ്മ, മക്കൾ ജീവൻ ആൻഡ് മിലൻ,
അച്ഛൻ്റെ ഓരോ കുർബാനയും വചന ശുശ്രൂഷയും ഓരോ വീട് സന്ദർശനവും ഞങ്ങളിൽ വിശ്വാസം ആഴത്തിൽ വേരുന്നുവാൻ സഹായിച്ചു. അങ്ങനെ ഈ ഇടവക ഒരു ത്രിത്വ കുടുംബമായി മാറി. രോഗികളെ, വയോവൃദ്ധരെ, വേർപാടിന് ദുഃഖത്തിലായിരിക്കുന്നവരെ കാണുവാൻ, ആശ്വസിപ്പിക്കുവാൻ ഓടിയെത്തിയ നിമിഷങ്ങൾ ഇതൊന്നും ഞങ്ങൾക്ക് മറക്കുവാൻ സാധിക്കുകയില്ല. അച്ഛൻ ഞങ്ങൾക്ക് ഒരു വൈദികൻ മാത്രമായിരുന്നില്ല, നല്ലൊരു ഇടയ ശ്രേഷ്ഠനായിരുന്നു. ദൈവത്തിൻ്റെ വരദാനമാണ് അച്ഛൻ. മാർത്തോമ സഭയ്ക്ക് ഇങ്ങനെ ഒരു അച്ഛനെ ദൈവം നൽകി തന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 4 വർഷക്കാലം ഇടവകയുടെ സുവർണ ലിപികളിൽ എഴുതി ചേർക്കപ്പെടേണ്ട വർഷങ്ങളാണ്. കഴിഞ്ഞ വർഷം ഗോൾഡൻ ജൂബിലി, അതിൻ്റെ നിറവിൽ അച്ഛൻ്റെ ധീരമായിട്ടുള്ള നേതൃത്വത്തിൽ നടത്തുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. ഭൗതികമായും ആത്മീയമായും ഇടവകയെ ഉയർത്തുവാൻ അച്ഛൻ അക്ഷീണം പ്രയത്നിച്ചു. അച്ഛ, അങ്ങയുടെ ത്യാഗപൂർണമായ സേവനത്തിനും ശുശ്രൂഷയ്ക്കുമായി ഈ ഇടവ കുടുംബം മുഴുവൻ നന്ദി പറയുന്നു. കൊച്ചമ്മയെപ്പറ്റി പറയുകയാണെങ്കിൽ ശാന്തതയോടും സൗമ്യതയോടും കൂടി അച്ഛനെ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ സഹായിക്കുന്ന കൊച്ചമ്മയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എപ്പോഴും പുഞ്ചിരിക്കുന്ന സ്വഭാവം, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന കൊച്ചമ്മയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മക്കൾ ജീവൻ ആൻഡ് മിലൻ, മിടുക്കരായ 2 മക്കൾ, ബഹുമാനപ്പെട്ട ജോൺ ജി അച്ഛനെയും ക്രിസ്റ്റി കൊച്ചമ്മയെയും ജീവൻ ആൻഡ് മിലനെയും ഈ മീറ്റിങ്ങിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സസന്തോഷം ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അവസാനമായി നമ്മുടെ ഇടവകയുടെ ഭാരവാഹികൾ, കൈസാന സമിതി അംഗങ്ങൾ, സംഘടനാ ഭാരവാഹികൾ, കൊയർ, പ്രിയപ്പെട്ട ഇടവക ജനങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ജോൺ ജി അച്ഛൻ, കൊച്ചമ്മ, സ്നേഹമുള്ള വാത്സല്യമുള്ള കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ട അച്ഛന്മാരെ, ഇടവക വൈസ് പ്രസിഡൻറ്റ്, മറ്റ് സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട ജോൺ ജെ മാത്യൂസ് അച്ഛൻ, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതുപോലെ എൻ്റെ ഒരു സ്നേഹിതൻ്റെ മകനാണ്. 1966 പട്ടത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ച ഞാനും അച്ഛൻ്റെ പിതാവായ KG മാത്യൂസ് അച്ഛൻ ഒന്നിച്ചാണ് റാന്നി സെൻറ്ററിൽ പ്രവർത്തിച്ചത്. അടുത്ത തലമുറയിൽ നിന്നൊരു പട്ടക്കാരനെ, പ്രത്യേകിച്ച് എൻ്റെ ഇടവക വികാരിയെ ലഭിച്ചപ്പോൾ ഞാൻ അതിയായി സന്തോഷിക്കുകയും ചെയ്തു. അച്ഛൻ്റെ കഴിഞ്ഞ നാളത്തെ പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾ തുടർന്നുള്ള പ്രസംഗങ്ങളിലൂടെ കേൾക്കും. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. വികാരനിർഭരമായ ഒരു സന്ദർഭമാണ് പ്രിയപ്പെട്ട അച്ഛന്മാരുടെയൊക്കെ യാത്രയയപ്പ്. യാത്രയയപ്പെന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ കുറേ ചരമപ്രസംഗങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ കേൾക്കാൻ കഴിയുന്ന ഭാഗ്യമുള്ള പദങ്ങളാണ് എല്ലാം. മറ്റെന്തെങ്കിലും നിങ്ങൾക്കാർക്കും ലഭിക്കാത്ത ഭാഗ്യമായ ഒരു പദവി ഞങ്ങൾക്ക് കിട്ടുന്ന ഇങ്ങനെ. എല്ലാ അനുശോചന പ്രസംഗങ്ങളും കേൾക്കുമ്പോൾ നമുക്കറിയാം എല്ലാം നല്ലതാണ്. പ്രിയപ്പെട്ട അച്ഛനെ പറ്റി നിങ്ങളിപ്പോൾ പറയാൻ പോകുന്ന എല്ലാം നല്ലതായിരിക്കും, എനിക്ക് യാതൊരു സംശയമില്ല. നല്ലതല്ലാത്തതൊന്നും അച്ഛനില്ല. അതുകൊണ്ടുകൂടെയാണ് പണ്ടൊരിക്കൽ ഇംഗ്ലണ്ടിലെ ഒരു വൈദികൻ മരിച്ചു. അദ്ദേഹത്തിൻ്റെ ശവമടക്ക ശുശ്രൂഷ നടക്കുകയാണ്. ആളുകളെല്ലാം കൂടിയിരിപ്പുണ്ട്. കൊച്ചമ്മ തൊട്ടടുത്തിരിക്കുന്നു. ഇടവകയിൽ 4 വർഷമാണോ 3 വർഷമാണോ 5 വർഷമാണോ ഇരുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. ഏതായാലും ഇരുന്ന കാലഘട്ടത്തിലൊക്കെ പലപ്പോഴും അച്ഛനുമായിട്ട് കൊമ്പ് കോർക്കുന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. എങ്കിലും അച്ഛൻ മരിച്ചു കിടക്കുന്ന അവസരത്തിൽ ഓരോരുത്തരും വന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. ഇടവകയുടെ വൈസ് പ്രസിഡൻറ്റ് വന്ന് ഉഗ്രമായൊരു പ്രസംഗം ചെയ്തു. ആ പ്രസംഗത്തിൽ അച്ഛൻ്റെ ആപാദനങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ കൊച്ചമ്മ ഒന്ന് തലപൊക്കി നോക്കി അച്ഛൻ്റെ മുഖത്തേക്ക്. അത് കഴിഞ്ഞ് സെക്രട്ടറി വന്നു, അടിച്ചു പൊളിച്ചൊരു പ്രസംഗം തട്ടി.
ഈ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന കൊച്ചമ്മ അല്പം കഴിഞ്ഞ് വീണ്ടും അച്ഛൻ്റെ മുഖത്തോട്ട് തന്നെ ഒന്ന് പൊങ്ങി നോക്കി. ഇങ്ങനെ എല്ലാവരുടെയും പ്രസംഗം കഴിഞ്ഞ ഉടനെ ഓരോ പ്രസംഗം കഴിയുമ്പോഴും കൊച്ചമ്മ ഒന്ന് പൊങ്ങി നോക്കും. അവസാനം അങ്ങ് പൊങ്ങിപ്പോയി. അപ്പോൾ ആരാണ്ട് വന്ന് കൊച്ചമ്മയോട് ചോദിച്ചു, കൊച്ചമ്മ എന്നാ ഇങ്ങനെ ഓരോ പ്രസംഗം കഴിഞ്ഞപ്പോഴും ഇങ്ങനെ പൊങ്ങി നോക്കി? അല്ല, ഞാൻ ഓർക്കുകയായിരുന്നു എൻ്റെ ഭർത്താവ് തന്നെ ആണോ ആ കിടക്കുന്നതെന്ന് എന്ന് പറഞ്ഞതുപോലെ നല്ല പ്രസംഗങ്ങളെല്ലാം കേൾക്കാൻ പോവുകയാണ് അച്ഛൻ. ഏതായാലും അച്ഛൻ്റെ ശുശ്രൂഷകളുടെ അനുഗ്രഹകരമായിരുന്നു. ഒരു മിഷണറി സെലസ് ആയ ഒരു പട്ടക്കാരനായിരുന്നു നമ്മുടെ അച്ഛനെന്നുള്ളത് എനിക്ക് സന്തോഷമുണ്ട്. പുതിയ ഇടവക, പുതിയ പ്രതീക്ഷകളോടാണ് അച്ഛൻ പോകുന്നത്. ഞങ്ങളെല്ലാം അങ്ങനെയാണ് പോയിട്ടുള്ളത്. ഇന്നത്തേനേക്കാൾ മെച്ചമായ ഒന്ന് അവിടെ ലഭിക്കുമെന്നും ചെയ്യാൻ കഴിയുമെന്നുള്ളതായ പ്രതീക്ഷകൾ ഞങ്ങളുടെയൊക്കെ ശുശ്രൂഷ കാലഘട്ടങ്ങളിലുണ്ടായിട്ടുണ്ട്. അത് അനുഭവമാക്കുവാൻ പ്രിയപ്പെട്ട അച്ഛന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കൊച്ചമ്മ താങ്ങും തണലുമായി നിന്ന് ഈ ശുശ്രൂഷകൾ സഹായിക്കുവാനുള്ളതായ ദൈവകൃപ അനുഭവിക്കാൻ ഇടയാകട്ടെ. ജീവൻ മോൻ വളരെ ഭാഷയും ഒതുക്കമുള്ള ആളാണ്. എന്നാൽ മിലമ്മോൻ ഒരല്പം എന്നെപ്പോലെ കുസൃതിയുള്ള ആളാണ്. എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. അവരുടെയൊക്കെ വളർച്ചയും ശുശ്രൂഷകളും അനുഗ്രഹകരമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. പറയാനുള്ളതൊക്കെ അച്ഛനോട് ഒറ്റയ്ക്ക് ഞാൻ പറഞ്ഞോളാം. ദൈവത്തിൻ്റെ ധാരാളമായ കൃപകൾ കൊല്ലത്ത് ലഭിച്ച് അനുഗ്രഹം ശുശ്രൂഷ നിറവേറ്റേണ്ടതാകട്ടെ എന്ന് ആശംസിക്കുന്നു. കാരണം എനിക്കൊരല്പം തിരക്കുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ നിർത്തുന്നത്. തുടർന്നുള്ളവരും കുറേശ്ശെയൊക്കെ ഒത്തിരി നല്ലതായിട്ട് പറയാവുമെന്ന് ഞാൻ പറയണം. കാരണം പല കാര്യങ്ങളുണ്ടായി. എനിക്ക് പെട്ടെന്ന് എനിക്കൊരു പ്രോഗ്രാം നേരത്തെ ഞാൻ ഏറ്റതുള്ളത് കൊണ്ട് ഞാൻ ഉടനെ പോകും. എങ്കിലും അച്ഛനെ തുടർന്നും പ്രാർത്ഥനയിൽ ഓർക്കാമെന്നുള്ളത് ഉറപ്പ് മാത്രം നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അതിനോടുകൂടെ നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു വാർത്ത കൂടെ ഞാൻ ഷെയർ ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ തോമസ് വറീസ് അച്ഛൻ ഇന്ന് നമ്മോട് കൂടെയുണ്ട്. അച്ഛൻ ഇന്ന് പട്ടത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്ന 50 വർഷമാകുകയാണ്. ഒരു നല്ല ക്ലാപ്പ്. 60 പുറകെ വരുന്നുണ്ടെന്ന് ഓർപ്പിക്കുകയും ചെയ്യുന്നു. ഏതായാലും അച്ഛന് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ. പിന്നെ അച്ഛനും എല്ലാം പറയാനുണ്ടെങ്കിൽ പിന്നെ അച്ഛൻ പറഞ്ഞോട്ടെ. ഏതായാലും ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും പ്രിയപ്പെട്ട അച്ഛന് ദൈവം നൽകട്ടെ. അങ്ങനെ നമ്മുടെ അച്ഛന്മാരെല്ലാവരും സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും കഴിയുവാനിടയാകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട KG പോത്തനച്ചൻ ഇപ്പോൾ ഫെലിസിറ്റേഷൻ നടത്തുന്നത്. വന്യ വികാരി ജനറൽ ഏബ്രഹാം സാമുവൽ അച്ഛൻ, ബഹുമാനപ്പെട്ട തോമസ് വറീസ് അച്ഛൻ, ഏറ്റവും സ്നേഹമുള്ള ഡോക്ടർ ജോൺ ജി മാത്യൂസ് അച്ഛൻ, ക്രിസ്റ്റി കൊച്ചമ്മ, ജീവൻ മിലൻ, ഇടവയിലുള്ള പ്രിയ സ്നേഹിതർ, ജോയ് തോമസ് എബ്രഹാം, എല്ലാവർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹ വന്ദനം. പ്രിയപ്പെട്ട അച്ഛൻ്റെ ശുശ്രൂഷകൾ നമുക്കെല്ലാവർക്കും ഏറെ അനുഗ്രഹമായിരുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും ഒരുമിച്ച് അനുഭവിച്ച കാര്യം തന്നെ ആണ്. അച്ഛനെക്കുറിച്ച് എൻ്റെ മനസ്സിൽ വരുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ തീർച്ചയായിട്ടും പല കാര്യങ്ങളാണ് ഓടി എത്തുന്നത്. ആരാധനയ്ക്കായിട്ട് ഏറ്റവും അധികം ഒരുങ്ങുന്ന ഒരച്ഛൻ. ആരാധനയിൽ ചെല്ലുമ്പോൾ അച്ഛന് ഒരുക്കത്തിന് വേണ്ടി ദ്വയാപ ശുശ്രൂഷയും അതുപോലെ ആരാധന നടത്തുന്നതിന് വേണ്ടി വളരെയധികം ഒരുക്കത്തോടു കൂടിയാണ് അച്ഛൻ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത്. അച്ഛൻ്റെ വചന ശുശ്രൂഷകൾ തീർച്ചയായിട്ടും നമ്മെ ദൈവകൃപയോടെ അടുപ്പിക്കുന്ന ഒന്നായിരുന്നു. ഒരു പട്ടക്കാരൻ ഇടവക ശുശ്രൂഷ പൂർത്തീകരിച്ച് വേറൊരു ഇടത്തേക്ക് പോകുന്ന സമയത്ത് അനേകരുടെ മനസ്സിൽ ഓടിയെത്താവുന്ന ഒരു കാര്യമുണ്ട്. ഈ ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു? അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഒരു ഇടവക വികാരി ഒരു ഇടവകയിലുള്ള കുടുംബങ്ങളെ, വ്യക്തികളെ ദൈവകൃപയിലേക്ക് അടുപ്പിക്കാനായിട്ട് എത്രമാത്രം പരിശ്രമിച്ചു, എത്രമാത്രം അതിനുവേണ്ടി പ്രയത്നിച്ചു, പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. വളരെ പ്രാർത്ഥനയോടു കൂടിയാണ് അച്ഛൻ്റെ ശുശ്രൂഷകൾ നിർവഹിച്ചത്.
ഇന്ന് രാവിലെ നമ്മൾ കേട്ട വചന ശുശ്രൂഷ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയങ്ങളിൽ തങ്ങി നിൽക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെല്ലാവരും മധുബായിൽ കാണുന്ന അച്ഛന്മാരെയോ ഒരു ഇടവക പട്ടക്കാരനെയോ മറ്റ് ഒരു കാര്യത്തെയും അല്ല നമ്മൾ കാണേണ്ടത്. നമുക്കെല്ലാവർക്കും കാണാനായിട്ടുള്ളത് യേശു കർത്താവ് തന്നെയാണ്. നമ്മുടെ മധ്യത്തിലുള്ളത് യേശു കർത്താവാണ്. ആ യേശു കർത്താവിനെയാണ് നമ്മൾ കാണേണ്ടത്. ആ യേശു കർത്താവിനോടാണ് നമ്മുടെ സമർപ്പണം എന്ന് ഓർപ്പിക്കാനായിട്ടിടയായി. പ്രേയർ ഗ്രൂപ്പ് 1 പ്രാർത്ഥന നടക്കുന്ന സമയത്തും അച്ഛൻ അത് തന്നെയാണ് ഓർപ്പിച്ചത്. കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള പ്രത്യക്ഷതകൾ ഓരോന്നും നമ്മൾ കാണുമ്പോഴും എത്രമാത്രം നമ്മൾ ക്രിസ്തുവിനോട് കൂടുതലായിട്ട് അടുത്തു ചേരാനായിട്ട് ഇടയാകുന്നു, സ്നേഹിക്കാനായിട്ട് ഇടയാകുന്നു. അതിനുവേണ്ടിയാണ് ക്രിസ്തു നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. അച്ഛൻ്റെ ശുശ്രൂഷയിൽ നമ്മളെ എല്ലാവരെയും എല്ലായ്പ്പോഴും ഈ യേശു കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ആഴമായിട്ട് ചേരുവാനും സ്നേഹിപ്പാനും സമർപ്പിപ്പാനും നമ്മളെ എല്ലായ്പ്പോഴും ഒരുക്കിക്കൊണ്ടിരുന്നു. അച്ഛൻ്റെ ശുശ്രൂഷകൾ ചെല്ലാത്ത ഒരു ഇടവും ഈ ഇടവകയിലില്ല. എല്ലാ കുടുംബങ്ങളും, എല്ലാ വ്യക്തികളും, യുവജനങ്ങളും, കുഞ്ഞുങ്ങളും എല്ലാവരും തന്നെ അച്ഛന് എത്തിച്ചേരാനായിട്ടും അവരെ സ്പർശിക്കാനായിട്ടും അവരോടൊക്കെ സംഭാഷിക്കാനായിട്ടും ഒക്കെ അച്ഛന് സാധിച്ചു. ഓരോരുത്തരെയും ദൈവകൃപയിലേക്ക് അടുപ്പിക്കുന്നതിനായിട്ട് അച്ഛൻ എല്ലായ്പ്പോഴും പരിശ്രമിച്ചു. അച്ഛൻ ഈ ഇടവകയിൽ മുൻപോട്ടുള്ള വരുന്ന വർഷങ്ങളിലേക്ക് വളരെ താല്പര്യത്തോടെ ശുശ്രൂഷകൾ നിറവേറ്റുന്നതിന് വേണ്ടി അനേകരെ ഒരുക്കി അച്ഛൻ. ലേ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ അനേകരെയാണ് ഇടവകയ്ക്ക് ലേ ലീഡർഷിപ്പ് നൽകുന്നതിന് വേണ്ടി അച്ഛൻ ഒരുക്കാനായിട്ടിടയായത്. തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ അത് ഇടവകയ്ക്ക് ഏറ്റവും മുതൽക്കൂട്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ ക്രിസ്മസിൻ്റെ ആ സമയത്തൊക്കെ 25 ദിവസം നമ്മുടെ കുഞ്ഞുങ്ങളാണ് മനോഹരമായിട്ടുള്ള നല്ല കൊച്ചു പ്രസംഗങ്ങൾ, ഹൊമിലി തയ്യാറാക്കിയ മെസ്സേജസ് അയക്കാനായിട്ടിടയായത്. ഈ കുഞ്ഞുങ്ങൾ അവരുടെ മെസ്സേജസൊക്കെ മെഡിറ്റേഷൻസൊക്കെ കൊടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അവരുടെ ഹൃദയങ്ങളിൽ തങ്ങി നിൽക്കും. യേശുവുമായിട്ടുള്ള ബന്ധം, ദൈവവുമായിട്ടുള്ള ബന്ധം അവരുടെ ഹൃദയങ്ങളിൽ ആഴമായിട്ട് നിലനിൽക്കും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. അങ്ങനെ അച്ഛൻ ഇടവകയെ ഭാവിയിലേക്ക് വേണ്ടി നന്നായിട്ട് ഒരുക്കുന്ന ഒരു വലിയ അനുഭവമായിരുന്നു ഉണ്ടായിരുന്നത്. അച്ഛനെ വളരെ ഹൃദ്യമായിട്ടാണ് ഓരോ ഭവനങ്ങളിലും ആവശ്യങ്ങളിൽ സഹകരിച്ചത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ വേദനിക്കുന്ന ഭവനങ്ങൾ, രോഗത്തിലായിരിക്കുന്ന ഭവനങ്ങൾ, ആവശ്യങ്ങളിരിക്കുന്നവർ, അവരെ വളരെയധികമായിട്ട് ചെന്ന് കാണാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ അച്ഛന് സാധ്യമായി തീർന്നു. ഒരു പട്ടക്കാരിൽ നിന്ന് സഭയുടെ നാഥനായ ക്രിസ്തു എന്തൊക്കെ പ്രതീക്ഷിക്കുമോ അതൊക്കെ ഏറ്റവും മനോഹരമായിട്ട് ചെയ്തു, അതിൽ കൂടുതലായിട്ട് ചെയ്തു എന്ന് ഒരു പക്ഷേ നമുക്ക് പറയാനായിട്ട് സാധിക്കും. വളരെ മനോഹരമായിട്ടുള്ള നേതൃത്വം. അച്ഛൻ്റെ കൂടെ ചേർന്നാണ് ക്രിസ്റ്റി കൊച്ചമ്മ പ്രവർത്തിച്ചത്. ഇപ്പോഴിവിടെ പറഞ്ഞതുപോലെ വളരെ ശാന്തമായിട്ടും സ്നേഹമായിട്ടും ഇതുപോലെ സമയം നൽകുന്നതിന് അച്ഛൻ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകൾക്കും വളരെയേറെ സമയം വേണം. ആ സമയമെല്ലാം നൽകുന്നതിനെ കൊച്ചമ്മ അല്പം പോലും പുറകോട്ട് മാറി നിന്നില്ല. വളരെ സ്നേഹത്തോടു കൂടിയാണ് കൊച്ചമ്മ ഈ ശുശ്രൂഷയിലെല്ലാം പങ്കാളിയായി തീരാനായിട്ട് ഇടയായത്. എൻ്റെ ഫസ്റ്റ് കസിൻ്റെ മകളാണ് കൊച്ചമ്മ. ഈ ശുശ്രൂഷ കാലങ്ങളെല്ലാം മനോഹരമായിട്ട് അനുഗ്രഹകരമായിട്ടും അച്ഛനോട് ചേർന്ന് ഈ ശുശ്രൂഷ നിവർത്തിക്കുന്നതിന് കൊച്ചമ്മ കാണിച്ചതായിട്ടുള്ള നല്ല മനസ്സും സന്തോഷകരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നും ഓർക്കാനായിട്ട് ഇടയാകും. ഈ പ്രിയ ജീവനെയും മിലനെയും ഒക്കെ ഞാൻ ഓർക്കുന്ന സമയത്ത് ഈ ആരാധന കഴിഞ്ഞാലുടനെ കുഞ്ഞുങ്ങൾ 2 പേരും മധുവായിലേക്ക് കയറി വരും. അവർ അച്ഛൻ്റെ അടുത്ത് വന്ന് നിൽക്കും. അച്ഛന് വളരെയധികം വലിയ സ്നേഹമാണ് ആ സമയത്ത് ഈ കുഞ്ഞുങ്ങൾ 2 പേരും പകരുന്നത്. പപ്പായുടെ ഒരു തലോടലൊക്കെ കിട്ടി, ഒന്ന് ചിരിച്ചു, ഒന്ന് പുഞ്ചിരിച്ചു, അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ ഇറങ്ങി പോകുന്നതൊക്കെ വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു അനുഭവം തന്നെ ആയിരുന്നു. ഈ പ്രിയ കുടുംബത്തെ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും തന്നെ മിസ് ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അച്ഛന് ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ, പ്രാപ്തികൾ ഏറെ നന്നായിട്ട് അച്ഛൻ ഇടവകയ്ക്ക് വേണ്ടി അച്ഛനെ വിനിയോഗിച്ചു, ദൈവരാജ്യത്തിന് വേണ്ടി വിനിയോഗിച്ചു. മടവൂർ പാറയും ഇടിഞ്ഞാറുമൊക്കെ നമ്മുടെ മനസ്സിലെ നമ്മൾ ഏറ്റെടുത്ത ഇടങ്ങളായി, സമൂഹങ്ങളായി അതെന്നും നിലനിൽക്കും. ആ ശുശ്രൂഷ തുടരും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം.
അച്ഛൻ്റെ ശുശ്രൂഷകളെ ദൈവം ഏറെ അനുഗ്രഹിക്കട്ടെ. മിഷണറി പ്രവർത്തനങ്ങൾ നമുക്കേറെ അനുഗ്രഹീതമായിട്ട് തുടരുവാനായിട്ട് ഇടയാകട്ടെ. പ്രിയപ്പെട്ട അച്ഛനും കൊച്ചമ്മയ്ക്കും പ്രിയ മക്കൾക്കും വളരെയേറെ ദൈവകൃപയും ദൈവാനുഗ്രഹവും നേരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയിലെല്ലാം ഇപ്പോഴും ഓർക്കും. താങ്ക് യു അച്ഛൻ. താങ്ക് യു സോ മച്ച്. ദിവ്യ സംഗീത ഗായകർ ഇപ്പോൾ ഒരു പാട്ട് പാടുന്നതാണ്. മഷിഹ ശുദ്ധം ചെയ്തിറങ്ങിയാതിൽ മുങ്ങിടുന്നു ജലത്തിൽ നിന്നും താൻ കയറിയ നേരം വാനം ഭൂമി സൂര്യൻ ചന്ദ്രനും താരകയോധികമേഘങ്ങൾ അവനെ മാനിക്കുന്നു. നദികൾ ഊറ്റുകൾ ശുദ്ധീകരിപ്പോനെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ബാരക്കുമോ. വരുവിൻ പ്രിയരേ, സ്നേഹത്ത സഭയെ ഉയർത്തിയ മിശിഹായേ സ്തോത്രം. സൃഷ്ടികളെ തൻ നിണത്താൽ വീണ്ടോനേ, വന്നെതിരേൽപ്പിൻ എടുപ്പിൻ ദീപങ്ങൾ. ദീപം തെളിച്ചൻപോടെ നാം എല്ലാവരും രക്ഷയൻ സന്തോഷത്താലെ ബലം ധരിച്ചിടേണം. ഹല്ലേലൂയ, സ്തോത്രം പാടിടുവിൻ, ബാരക്കുമോ. ശുഭഹോലാ ബോലബറോവൻ റൂഹോ കാദീശോ. മെന്നോലം വാദാമുല്ലോലം ഉൽമീനാമീ. നമ്മുടെ ഈ കുഞ്ഞുങ്ങളാണ് ദിവ്യസംഗീതത്തിൽ 3ാം സമ്മാനം നേടിയവർ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കൂടെ കണ്ടുവല്ലോ, യൂട്യൂബിൽ DSMC റിലീസ് ചെയ്തതായുള്ള കുഞ്ഞുങ്ങളുടെ 6 പാട്ടുകൾ. ആദ്യത്തെ പാട്ടാണ് ഈ ആഴ്ച റിലീസ് ചെയ്തത്. അടുത്ത ആഴ്ച മറ്റൊന്ന്, അങ്ങനെ 6 പാട്ടുകൾ അവർ റെക്കോർഡ് ചെയ്ത് ഷൂട്ട് ചെയ്തിരിക്കുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്.
എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. എല്ലാം അങ്ങോട്ട് പ്രിയപ്പെട്ട അച്ഛൻ്റെ 50-ാമത്തെ വാർഷികം, അതിൽ നമ്മൾ സ്നേഹം പങ്കിടുകയാണ്. അത് കേക്ക് മുറിച്ചാണ് ആ ഒരു സന്തോഷം പങ്കിടുന്നത്. താങ്ക് യു. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത്രയും വർഷം ജീവിപ്പാനും ഈ ഇടവക ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുവാനിടയായതിൽ അങ്ങേയറ്റം സന്തോഷവും ആനന്ദവും കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. നിന്നാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്നാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. സെൻറ് ഓഫിനിടയ്ക്ക് ലഭിച്ചതായ അസുലഭമായ സന്ദർഭത്തിൻ്റെ സന്തോഷം. ഇനി നമ്മൾ വീണ്ടും സെൻറ് ഓഫിലേക്ക് മടങ്ങുന്നു. ഇടവകയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ രാജൻ കെ മാത്യു ഇപ്പോൾ ആശംസകൾ അർപ്പിക്കും. യോഗത്തിൻ്റെ അധ്യക്ഷൻ വെരവണ്ട് ഏബ്രഹാം ശാമുവലച്ചൻ, വെരവൻ ഡോക്ടർ KG പോത്തനച്ചൻ, സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, നമ്മുടെ വൈസ് പ്രസിഡന്റ് കൊച്ചമ്മ കുഞ്ഞുങ്ങൾ, സ്നേഹനിധികളായ ഇടവക ജനങ്ങളെ ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളട്ടെ. കഴിഞ്ഞ 4 വർഷക്കാലം നമ്മുടെ ഇടവകയെ ഒരു ശ്രേഷ്ഠ ഇടയൻ്റെ സാമർഥ്യത്തോടും കൈമിടുക്കോടും കൂടി വഴി നടത്തുവാൻ നമ്മുടെ അച്ഛന് കഴിഞ്ഞു എന്നുള്ളത് ഏറെ അഭിമാനത്തോടെ ഓർത്തെടുക്കുന്നു. ആടുകൾക്ക് മുൻപേ നടക്കുവാനല്ല, ചേർന്ന് നടക്കുവാനും ബലഹീനരെയും അശരണരെയും ചേർത്ത് പിടിക്കുവാൻ സന്മനസ് കാട്ടിയ ഒരു അജപാലകനായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ. ദർശനമുള്ള പട്ടക്കാരൻ. ആധുനികതയെ ചേർത്ത് പിടിക്കുമ്പോഴും മാർത്തോമാ സഭയുടെ പൈതൃകവും പാരമ്പര്യവും അതേ നിലവിൽ തന്നെ നിലനിൽക്കണം എന്ന് അതീവ താല്പര്യമുണ്ടായിരുന്ന ഒരു പുരോഹിത ശ്രേഷ്ഠനായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ. രോഗികളോടും പ്രായാധിക്യത്തിലുള്ളവരോടും ഏറെ പരിഗണന കാട്ടിയിരുന്നു. യുവജനങ്ങളെ അത്യധികമായി സ്നേഹിച്ചിരുന്നു, അവരെ കൈത്താങ്ങിയിരുന്നു. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ വളരെയധികം വാത്സല്യത്തോടെ കരുതിയിരുന്നു. ഇതൊക്കെ അച്ഛൻ്റെ സ്വഭാവ ശ്രേഷ്ഠതയിലെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. ഓരോ ഇടവക അംഗങ്ങളും ഇടവകയുടെ മുഖ്യധാരയിലേക്ക് കടന്നു വരണമെന്ന് അച്ഛൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. അതുപോലെ തന്നെ അവരെ വളരെ ആഴത്തിൽ സ്നേഹിച്ചിരുന്നു. അവരിലേക്ക് ഇറങ്ങിച്ചെന്നു. അവരുടെ സുഖത്തിലും ദുഃഖത്തിലുമൊക്കെയും അച്ഛൻ പങ്കു ചേർന്നിരുന്നു. നമ്മുടെ ഇടവകയുടെ ഒരു നിറസാന്നിധ്യമായിരുന്നു. പറയുവാനാണ് മണിക്കൂറുകൾ പറയാനുണ്ട്, സമയ ചുരുക്കം മൂലം ചുരുക്കുകയാണ്. അതുപോലെ തന്നെ കഠിനാധ്വാനം അച്ഛൻ്റെ മുഖമുദ്രയായിരുന്നു. അച്ഛൻ്റെ പ്രവർത്തന മണ്ഡലങ്ങൾക്ക് വരമ്പുകൾ, അതിരുകളില്ലായിരുന്നു, സമയത്തിൻ്റെ പരിധിയില്ലായിരുന്നു. നമുക്ക് ഏവർക്കും അറിയാം, ഏത് പാതിരാത്രിയിൽ അച്ഛനെ വിളിച്ചാലും അച്ഛൻ ലൈവാണ്, മെസ്സേജ് അയച്ചാലും അതിന് മറുപടി നൽകുമായിരുന്നു. അങ്ങനെ ഇടവക ജനം തൻ്റെ ഉത്തരവാദിത്വം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അച്ഛൻ വളരെയധികം കഠിനമായിട്ട് അധ്വാനിച്ചിരുന്നു. അങ്ങനെയുള്ളൊരു കഠിനാധ്വാനത്തിൻ്റെ ഉടമയായിരുന്നു അച്ഛൻ. അതുപോലെ തന്നെ അച്ഛൻ്റെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് എന്തിൻ്റെയും മുൻപായിട്ട് വളരെയധികം പ്രാർത്ഥന
ഉണ്ടായിരുന്ന ഒരു പുരോഹിതനായിരുന്നു. ഞങ്ങൾക്ക് അറിയാം, ഇവിടെ കുർബാനയ്ക്കൊക്കെ വരുന്നതിന് മുൻപ്, കുർബാന തുടങ്ങുന്നതിന് മുൻപ് അച്ഛൻ വളരെയധികം പ്രാർത്ഥനയോടെയാണ് അതിൽ പങ്കെടുക്കുന്നത്. നമ്മുടെ ജൂബിലി പ്രോജക്റ്റുകളൊക്കെ നമുക്കറിയാമല്ലോ, അതിലെ ഒരു വിഭാഗമായിരുന്നു മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഒരു പ്രാർത്ഥന സെല്ല് തന്നെ അച്ഛൻ രൂപീകരിച്ചിരുന്നു. വെള്ളിയാഴ്ച 5:30 മണിക്ക് ഇവിടെ 10-15 ആൾക്കാർ കൂടി ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയിരുന്നു. ആ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഇവിടായിട്ട് അച്ഛൻ എപ്പോഴും മുട്ടുമടക്കി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രാർത്ഥനയിൽ വിശ്വസിച്ചിരുന്ന, ഏറ്റവും ദൈവമാണ് എല്ലാത്തിനും പരിസമാപ്തി തരുന്നതെന്ന് വിശ്വസിച്ചിരുന്ന ഒരു പുരോഹിതനായിരുന്നു അച്ഛൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സഹജീവികളുടെ സംഘടനകളിൽ മനുഷ്യ സഹജമായ ഇടപെടലുകൾ നടത്തിയിരുന്നു. വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയരുതെന്ന് അച്ഛൻ ആഗ്രഹമുണ്ടായിരുന്നുകൊണ്ടാണ് പല കാര്യങ്ങളും നമ്മളാരും അറിഞ്ഞിട്ടില്ല. അച്ഛൻ പലരെ സഹായിച്ചിട്ടുണ്ട്, പലരുടെ സങ്കടങ്ങളിൽ അവരോടൊപ്പം നിന്നിട്ടുണ്ട്, പലരിൽ നിന്നും അത് കേട്ടറിയുവാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പുരോഹിത ശ്രേഷ്ഠനായിരുന്നു. അതുപോലെ തന്നെ മുമ്പേ ജോയിച്ചാനൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ ഇടവക അംഗങ്ങളുടെ ബന്ധുക്കളിൽ ആര് മരിച്ചാലും, അത് കേരളത്തിലാണെങ്കിൽ എവിടെയും അച്ഛൻ ഓടിയെത്തിയിരുന്നു. അച്ഛനോടൊപ്പം പല സ്ഥലങ്ങളിൽ പോകാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ഉറപ്പോട് പറയുന്നത്. അത്രമാത്രം ഇടവകയെ സ്നേഹിക്കുകയും ഇടവക ജനങ്ങളെ സ്നേഹിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇടവകയുടെ സംഘടനകൾക്ക് പുനർജീവൻ നൽകി. കാരണം നമുക്കറിയാം, ഇടവക സംഘടനകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും അവയ്ക്ക് പുനർജീവൻ നൽകി, ദിശാബോധം നൽകി. ഞങ്ങൾക്കറിയാവുന്ന കൊയറിൻ്റെയൊക്കെ ആണെങ്കിലും എടുത്താൽ, ഞങ്ങൾ കൊയറിൽ പ്രവർത്തിച്ചുകൊണ്ടറിയാം, ഇടിഞ്ഞാർ എന്ന മിഷൻ ബിൽഡ് അച്ഛനെ പറഞ്ഞ് നിങ്ങളവിടെ ചെയ്യണം, കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ പല കാര്യങ്ങളും ചെയ്യണം. ഓരോ സംഘടനകൾക്കും ഓരോ മിഷൻ ബിൽഡുകൾ കൊടുത്തു. നിങ്ങളെക്കൊണ്ട് ഇതാവും, ചെയ്യണം എന്ന് പറഞ്ഞ് മുൻപിൽ നിന്ന് ചെയ്ത് കാണിച്ചു. അതോടൊപ്പം തന്നെ അച്ഛൻ പോയാലും ഈ പ്രോഗ്രാമുകൾ അവസാനിക്കരുതെന്ന് കരുതി അതിനു വേണ്ടിയുള്ള ഫണ്ടുകളും രൂപീകരിച്ച് തന്നു, അതിനുള്ള വഴികളെ പറഞ്ഞു തന്നു. പിന്നെ അങ്ങനെ നമുക്ക് പിന്നോട്ട് പോകാൻ സാധിക്കും. അങ്ങനെ എപ്പോഴും മാതൃകയായി മുൻപിൽ നിന്നിരുന്ന ഒരു ഇടയ ശ്രേഷ്ഠനായിരുന്നു നമ്മുടെ അച്ഛൻ എന്ന് പറയുന്നത്. അച്ഛൻ്റെ കാലത്ത് നമ്മുടെ ഇടവയ്ക്ക് ആത്മീയവും ഭൗതികമായിട്ടുള്ള വളരെയധികം പുരോഗതി ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ലെൻഡ് പ്രയറൊക്കെ ഇത്ര ശക്തമായി നടന്നിരുന്നത് അച്ഛൻ്റെ കാലഘട്ടത്തിലാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ജൂബിലി ബിൽഡിങ്ങുകളുടെയൊക്കെ പണി പൂർത്തീകരിക്കുവാനും അച്ഛന് സാധിച്ചു. നമ്മുടെ ട്രിനിറ്റി ഇടവയ്ക്ക് സഭയിലും സമൂഹത്തിലും നല്ല പേരും പ്രശസ്തിയും ലഭിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ സമീപ ഇടവകളുടെ മുൻപിൽ തലയെടുപ്പും അച്ഛൻ നൽകി തന്നു. നമ്മുടെ ഇടവകയിൽ തുടങ്ങിവെച്ച പല പ്രോഗ്രാമുകളും നമ്മുടെ സമീപ ഇടവകൾ ഇപ്പോൾ അതിനെ അനുകരിക്കുന്നുള്ളത് നമുക്ക് വളരെ അഭിമാനത്തോടെ കരുതുവാൻ സാധിക്കും. ജൂബിലി പ്രോജക്റ്റുകളെല്ലാം തന്നെ പൂർത്തീകരിക്കുവാൻ സാധിച്ചു. അതിൻ്റെയൊക്കെ പിന്നിൽ ബുദ്ധിമൂശ എന്ന് പറയുന്ന ഈ തലയാണ്. അച്ഛൻ്റെ തലയിൽ നിന്ന് ഉടലെടുത്ത ആശയങ്ങളാണ് ഇവിടെ എല്ലാം പ്രാവർത്തികമാക്കുവാൻ സാധിച്ചത് എന്നുള്ള വളരെ അഭിമാനത്തോടെ നിങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. സമയ ചുരുക്കം മൂലം ഞാൻ പെട്ടെന്ന് നിർത്തുകയാണ്. അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ കൊച്ചമ്മയും കുഞ്ഞുങ്ങളെ നമുക്ക് മറക്കുവാൻ പറ്റുമോ? അച്ഛൻ്റെ വിജയത്തിൻ്റെ എല്ലാം പിന്നിൽ അച്ഛനോട് തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചത് കൊച്ചമ്മയാണ്. ഒരു കൊച്ചമ്മയുടെ സഹകരണമില്ല എങ്കിൽ അച്ഛന് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല. അച്ഛന് ഞാൻ പറയില്ല, കഠിനാധ്വാനിയായിട്ടുള്ളൊരു മനുഷ്യൻ, എപ്പോഴും ഓട്ടമാണ്. എന്നാൽ കുഞ്ഞുങ്ങളുടെയും വീട്ടിലെയും കാര്യങ്ങളൊക്കെ യാതൊരു പരാതിയുമില്ലാതെ കൊച്ചമ്മ വളരെ തന്മയത്വത്തോടുകൂടി നിർവഹിച്ചു. ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞിടെ കൊച്ചമ്മയുടെ ഓപ്പറേഷൻ നടന്ന സന്ദർഭമൊക്കെ നിങ്ങൾക്കറിയാം. ഓപ്പറേഷൻ്റെ തലേദിവസം പോലും ഈ അച്ഛൻ യാത്രയിലാണ്. അച്ഛനോടൊപ്പം ഞങ്ങളുമുണ്ട് യാത്രയിൽ. അപ്പോൾ അച്ഛൻ പറയാണ്, ചെന്നിട്ട് വേണം കൊച്ചമ്മയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുവാൻ എന്ന് പറഞ്ഞ്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, കൊച്ചമ്മ എത്രമാത്രം സഹകരണമാണ് അച്ഛന് നൽകിയിരുന്നത്. കൊച്ചമ്മയ്ക്കും വളരെയധികം നമ്മുടെ ഇടവകയുടെ എല്ലാ സ്നേഹവും നന്ദി അറിയാം. അതുപോലെ തന്നെ സ്നേഹനിധികളായ 2 കുഞ്ഞുങ്ങൾ, അങ്ങനെ മാതൃകയുള്ള ഒരു കുടുംബമായിരുന്നു അച്ഛനും കുടുംബം എന്ന് പറയുന്നത്. അച്ഛൻ്റെ ഇവിടെ നിന്നുള്ള പോക്ക് യാത്ര നമുക്ക് ഏവർക്കും വളരെയധികം വേദനാജനകമാണ്. എങ്കിലും സഭയുടെ നിർദ്ദേശം സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് നമ്മളെ വിട്ട് തേവള്ളിയിലേക്ക് പോകുന്ന അച്ഛനും കുടുംബത്തിനും നമ്മുടെ ഇടവകയുടെ പേരുള്ള എല്ലാ യാത്രാ മംഗളങ്ങളും നേരുകയാണ്. അതോടൊപ്പം തന്നെ ഇനിയും നമ്മുടെ ഇടവകയിലെ ശ്രേഷ്ഠമായിട്ടുള്ള പദവികൾ അച്ഛനെ തേടിയും എത്തും എന്നുള്ളത് നമുക്കുറപ്പാണ്. അത്രമാത്രം കഴിവും ശേഷിയുമുള്ള ഒരു പുരോഹിതനാണ് നമ്മുടെ അച്ഛൻ എന്ന് പറയുന്നത്. ഒരിക്കൽ നമുക്ക് അഭിമാനത്തോടെ പറയാം, ജോൺ ജി മാത്യൂസ് അച്ഛൻ ഞങ്ങളുടെ ട്രിനിറ്റി ഇടവകയിൽ വികാരിയായിട്ട് ഇരുന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന തലത്തിൽ അച്ഛനെ ദൈവം അനുഗ്രഹിക്കും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മളെ വിട്ട് തേവള്ളിയിലേക്ക് പോകുന്ന അച്ഛനും കുടുംബത്തിനും ഇടവകയുടെയും എല്ലാവരുടെയും പേരിലുള്ള എല്ലാ നന്ദിയും സ്നേഹവും പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരും അനുഗ്രഹിക്കും. ശ്രീമതി ബീന ചാണ്ടി വനിതകളുടെ പ്രതിനിധിയായി നമ്മോട് സംസാരിക്കും ഇപ്പോൾ.
പ്രൈസ് ദി ലോർഡ്. ഏറ്റവും ആദരണീയനായ യോഗാധ്യക്ഷൻ വികാർ ജനറൽ എബ്രഹാം സാമുവൽ അച്ഛൻ, വെരി റെവറൻഡ് KG പോത്തനച്ഛൻ, തോമസ് വർഗീസ് അച്ഛൻ, പ്രിയ വികാരി റെവറൻഡ് ഡോക്ടർ ജോൺ ജി മാത്യൂസ് അച്ഛൻ, ക്രിസ്റ്റി കൊച്ചമ്മ, ജീവൻ, മിലൻ, കടന്നു വന്നിരിക്കുന്ന വിശ്വാസ സമൂഹമേ, ഏവർക്കും ക്രിസ്തുവേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. നിറഞ്ഞ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഇടവകയിലെ സ്ത്രീ സമൂഹത്തെ പ്രതിനിധീകരിച്ച് ഞാനിവിടെ നിൽക്കുന്നത്. സേവികാ സംഘത്തിൻ്റെ ഭദ്രാസന വൈസ് പ്രസിഡൻറ്റ്, സെൻറ്റർ പ്രസിഡൻറ്റ്, ശാഖാ പ്രസിഡൻറ്റ് എന്നീ ചുമതലകൾ വഹിച്ച അച്ഛനോടൊപ്പം പ്രവർത്തിക്കുവാൻ എനിക്ക് 3 വർഷക്കാലം ലഭിച്ചു. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 4 വർഷം അച്ഛൻ്റെ സ്തുത്യർഹമായ സേവനം ഈ ഇടവകയ്ക്ക് ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ട്രിനിറ്റി സേവിയാ സംഘം വൈസ് പ്രസിഡൻറ്റിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, നിറപുഞ്ചിരിയുമായി കടന്നു വരുന്ന അച്ഛൻ നമുക്ക് ഒരു നീലക്കുറിഞ്ഞി പൂത്തതുപോലെയുള്ള സമ്മാനമാണ്. ട്രിനിറ്റി സേവികാ സംഘത്തിൻ്റെ സുവർണ കാലഘട്ടം ആയിരുന്നു അച്ഛൻ്റെ ഭരണകാലം. സേവികാ സംഘത്തിന് പുതിയ വാതായനങ്ങൾ അച്ഛൻ തുറന്നു തന്നു. 1-2 ചെറിയ ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഈ 2024 ഈ പള്ളി റിനോവേറ്റ് ചെയ്ത സമയം സേവികാ സംഘവും ഒരു സംഭാവന അതിനായി കൊടുത്തു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ഈ ഇടതുവശത്തും വലതുവശത്തും ഇരിക്കുന്ന ഈ സ്ക്രീൻ അത് വാങ്ങിച്ചു തന്നാൽ മതി. അങ്ങനെയാണ് ആ പ്രോഗ്രാം നടന്നത്. അതുപോലെ തന്നെ ഔട്ട്റീച്ച് പ്രോഗ്രാം. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹം നമ്മുടെ ചുറ്റിനുമുണ്ട്, അവരെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്നും അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ മുടവൂർപ്പാറ ഡേ കെയർ സെൻറ്റർ, അത് നമ്മുടെ ജൂബിലി പ്രോജക്റ്റായി, ഒരു കണ്ടിന്യൂയിങ് പ്രോജക്റ്റായി അത് അച്ഛൻ ഐഡൻറ്റിഫൈ ചെയ്തു. അതിനായിട്ട് ഇടവകയുടെ എല്ലാവിധ സഹകരണവും ഞങ്ങൾക്ക് ലഭിച്ചു. 2025 ജനുവരിയിൽ അത് ആരംഭിച്ചു. സേവികാ സംഘത്തിനൊരു ഡയറക്ടറി ജൂൺ മാസം 2025 അത് റിലീസ് ചെയ്തു. ഇതെല്ലാം ആക്ച്വലി അച്ഛൻ്റെ ഇനീഷ്യേറ്റീവ്സാണ്, വെൽ പ്ലാൻഡ് ടൈം ബൗണ്ട് പ്രോഗ്രാംസ്. എന്നാൽ ഇതിൻ്റെ ഒന്നും ക്രെഡിറ്റ് അച്ഛൻ എടുത്തിട്ടില്ല. ഇതെല്ലാം ചുമതലക്കാർക്കായിട്ട് അച്ഛൻ തരികയും, അതുപോലെ തന്നെ ഞങ്ങൾ ഒരു ചെറിയ കാര്യം ചെയ്താൽ പോലും അച്ഛൻ ഞങ്ങളെ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അത് ഞങ്ങൾക്ക് കൂടുതൽ പ്രവർത്തിക്കുവാനുള്ള ഒരു മോട്ടിവേഷനായിരുന്നു. അതുപോലെ തന്നെ ഇടവകയിൽ മുൻകാലങ്ങളിലേക്കാൾ അധികം സ്ത്രീകൾക്ക് അത് നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയറിലായാലും ലെൻ പ്രയറിലായാലും ഇടവകയിലായാലും വചന ധ്യാനം നടത്തുവാനുള്ള അവസരങ്ങൾ അച്ഛൻ ധാരാളം കൊടുത്തിരുന്നു. ഇനി കൊച്ചമ്മയെക്കുറിച്ച് പറഞ്ഞാൽ, ഫാസ്റ്റിംഗ് പ്രയറിൽ കൊച്ചമ്മ എപ്പോഴും അച്ഛനോടൊപ്പം വന്നുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് ചിലപ്പോൾ ഞാൻ കൊച്ചമ്മ ഇവിടെ എത്തുമ്പോഴായിരിക്കും പറയുന്നത്, കൊച്ചമ്മ ഇന്നത്തെ മെസ്സേജിന് ആരുമില്ല, എങ്കിലും കൊച്ചമ്മ നിരസിക്കത്തില്ല. കൊച്ചമ്മ ഉടനെ തന്നെ ആ ഒരു 5 മിനിറ്റ് എടുത്ത് കൊച്ചമ്മ ഞങ്ങൾക്ക് വചനം പറഞ്ഞു തരുമായിരുന്നു. അതുപോലെ ലവബിൾ ആൻഡ് റെസ്പെക്റ്റബിൾ പേഴ്സണാണ് കൊച്ചമ്മ ഒരു പ്രാസംഗികയായിരുന്നു എന്ന് നമ്മൾക്ക് കൊച്ചമ്മ 2023 ഇവിടെ സേവികാ സംഘ ദിനത്തിൽ നമ്മളോട് പ്രസംഗിച്ചു. അതുപോലെ തന്നെ സേവികാ സംഘ കൊയറിനൊക്കെ കൊച്ചമ്മ വരുമായിരുന്നു. പിന്നെ കൊച്ചമ്മ ചിത്രകലയിൽ വളരെ പ്രാവീണ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഏത് സഹായവും എപ്പോൾ ചോദിച്ചാലും കൊച്ചമ്മയുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ ജീവൻ, മിലൻ ഇടവകയുടെ കണ്ണിലുണ്ണികളായിട്ടാണ് അവർ വളർന്നത്. എല്ലാവരുടെയും ഓമനകളാണ് ജീവനും മിലനും. അച്ഛാ, people will forget what you said, what you did, but never forget how you made them feel. ഇടവകങ്ങളുടെ അംഗങ്ങളെ സ്നേഹിച്ച് അവരുടെ ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അച്ഛൻ. ജനങ്ങൾക്ക് വേണ്ടി, ഓരോ കുടുംബത്തിനു വേണ്ടിയും അച്ഛൻ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. We all miss you, അച്ഛാ. Thank you for leading us, guiding us, walking with us and inspiring us to stand firm in faith. ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്ന നിലയിൽ അച്ഛൻ എന്നും ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കും. പുതിയ ഇടവകയിൽ അച്ഛൻ അമിത ബലത്തോടെ പ്രവർത്തിക്കുവാൻ ദൈവം ഇടയാകട്ടെ എന്ന് ട്രിനിറ്റി സേവികാ സംഘത്തിൻ്റെ പേരിൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ ചർച്ചിനെ പ്രതിനിധീകരിച്ച് മിസ്റ്റർ സന്തോഷ് കോശി എബ്രഹാം. ഫെലിസിറ്റേഷൻ.
ബഹുമാനപ്പെട്ട റവറൻ ഡോക്ടർ ജോൺ ജി മാത്യൂസ് അച്ഛൻ കുടുംബം, പ്രിയപ്പെട്ട നമ്മുടെ തോമസ് വർഗീസ് അച്ഛൻ, നമ്മുടെ വൈസ് പ്രസിഡൻറ്റ് തോമസ് കെ എബ്രഹാം അങ്കിൾ, കൈസാന സമിതി അംഗങ്ങൾ, ഇടവജനങ്ങൾ, ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം. പ്രിയപ്പെട്ട ജോൺ ജി മാത്യൂസ് അച്ഛൻ 4 വർഷമാണ് നമ്മുടെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്തത്. അച്ഛൻ വന്ന സമയത്ത് തന്നെ ഏകദേശം ഒരു 3 മാസത്തിനകം നമ്മുടെ എല്ലാവരുടെയും ഭവനങ്ങളിൽ വരികയും എല്ലാവരുമായിട്ടൊരു നല്ലൊരു ബന്ധം സ്ഥാപിക്കുവാനായിട്ട് പ്രിയ അച്ഛന് സാധിച്ചു. ആദ്യത്തെ വർഷം അച്ഛൻ വന്നപ്പോൾ നമ്മുടെ ഗോൾഡൻ ജൂബിലി ബിൽഡിങ്ങിൻ്റെ പണിയുടെ അവസാന സമയമായിരുന്നു. ആ സമയത്ത് അതിൻ്റെ പൂർത്തീകരണത്തിലൊക്കെ അച്ഛൻ വേണ്ടുന്നതായിട്ടുള്ള നേതൃത്വം ആ സമയത്ത് നൽകി. 2ാമത്തെ വർഷമായപ്പോൾ നമ്മുടെ ഈ ഇടവകയുടെ റിനോവേഷൻ ആയിരുന്നു ഏറ്റവും ഹൈലൈറ്റായിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് അച്ഛൻ ഇടവകയുടെ റിനോവേഷന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടുകൂടെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകി. 3ാമത്തെ വർഷം ആയപ്പോൾ നമ്മുടെ ഗോൾഡൻ ജൂബിലി സെലിബ്രേഷനിലേക്ക് മാറി. ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻ്റെ കാര്യത്തിലും എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടുകൂടെ വേണ്ടുന്നതായിട്ടുള്ള നേതൃത്വം പ്രിയ അച്ഛൻ നൽകി. 4ാമത്തെ വർഷം അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ തുടങ്ങിയ പ്രോജക്ട്സൊക്കെ നിലനിൽക്കുവാനായിട്ട് എന്തൊക്കെ ക്രമീകരണങ്ങൾ ചെയ്യണം അതിലൊക്കെ വേണ്ടുന്നതായ ശ്രദ്ധ ചെലുത്തുകയും നമ്മുടെ ഡയസസിലും സഭയിലും ഒക്കെ ഉള്ള മറ്റ് പല നേതൃത്വങ്ങളിലും എല്ലാം പ്രിയ അച്ഛന് നേതൃത്വം നൽകുവാനായിട്ട് സാധിച്ചു. അങ്ങനെ ഈ 4 വർഷവും ഈ കാര്യങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഈ ഇടവകയുടെ പാസ്റ്ററൽ സർവീസിൽ ഒട്ടും തന്നെ ഒരു കുറവില്ലാതെ ഏറ്റവും ശക്തമായിട്ട് പ്രിയ അച്ഛന് നൽകുവാനായിട്ട് സാധിച്ചു. അച്ഛൻ്റെ ശുശ്രൂഷകൾ എപ്പോഴും ഇടവക ഓർക്കും എന്നുള്ള കാര്യത്തിന് സംശയമില്ല. എന്നാൽ അച്ഛൻ ഇതെല്ലാം ചെയ്യുമ്പോൾ അച്ഛനിൽ കാണുന്ന 1-2 കാര്യം എന്ന് പറയുന്നത്, അച്ഛൻ എപ്പോഴും ഒരു പാഷനാണ്. ഒരു കാര്യം ചെയ്യുമ്പോഴത്തേനും ഭയങ്കര പാഷനേറ്റാണ് ഒരു കാര്യം ചെയ്യുന്നത്. ആ കാര്യം ചെയ്യുമ്പോഴും ആ പാഷനേറ്റുള്ള കൂട്ടത്തിൽ ഭയങ്കര ഹാർഡ് വർക്കുമാണ്. പല കാര്യങ്ങളും ചിലപ്പോൾ അച്ഛൻ അതങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരും, അങ്ങനെയൊക്കെ ചെയ്യണോ, അങ്ങനെ വേണോ, ഇങ്ങനെ ചെയ്താൽ പോരെ. പക്ഷേ അച്ഛൻ അതെല്ലാം പഠിച്ച് അതിനൊക്കെ അതിൻ്റെ ഒരു ലോജിക്കൽ ഇത് വെച്ചിട്ടായിരിക്കും അച്ഛൻ ഈ പറയുന്നത്. അത് തീർന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അച്ഛൻ വാസ് റൈറ്റ് എന്നുള്ളത്, അച്ഛൻ പറഞ്ഞതാണ് ശരി. അപ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും, അന്ന് നമ്മളിങ്ങനെ പറഞ്ഞത് എന്തോ നമ്മൾ വെറും മണ്ടത്തരമാണല്ലോ അന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മൾക്ക് ഇത്രയ്ക്കുള്ള അറിവേ ഉള്ളായിരുന്നല്ലോ എന്നൊരു പക്ഷെ ചിന്തിക്കും. അതുപോലെയാണ് അച്ഛൻ എല്ലാ കാര്യവും ചെയ്യുന്നത്. ഭയങ്കര ഹാർഡ് വർക്കിങ്ങും അച്ഛൻ എപ്പോഴും ട്രിനിറ്റി ഇടവകയെക്കുറിച്ച് പറയുന്നത് നമ്മുടെ ഇടവക ഏറ്റവും മുന്നിൽ വരണം, എപ്പോഴും നമ്മുടെ ഇടവകയായിരിക്കും ഏറ്റവും. അപ്പോൾ ആ രീതിയിലാണ് എപ്പോഴും അച്ഛൻ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ അച്ഛൻ നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടുന്നതായിട്ട് എല്ലാ നേതൃത്വവും നൽകി. അതൊക്കെ ചെയ്യുവാനായിട്ട് സാധിക്കുന്നതും പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞതുപോലെ പ്രിയ കൊച്ചമ്മയും പിള്ളേരുടെയും അവരുടെ ഒരു സപ്പോർട്ടും കൂടെയാണ്. ഞാൻ ഓർക്കുകയാണ്, ഒരു ദിവസം അച്ഛൻ നമ്മുടെ മില്ലനോട് അച്ഛന് വലിയ ആഗ്രഹമാണ്, മില്ലൻ പിള്ളേർ അവരും അച്ചപ്പട്ടത്തിൽ അച്ഛനാകണം എന്നുള്ളത്. അപ്പോൾ മില്ലനോട് അച്ഛൻ പറഞ്ഞു, വെൻ യു ഗ്രോ അപ്പ് യു ഷുഡ് ബിക്കം എ പ്രീസ്റ്റ് ഓഫ് മാർത്തോമ ചർച്ച് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ചോദിച്ചു, വൈ ഷുഡ് ഐ ബിക്കം എ പ്രീസ്റ്റ് ഇൻ മാർത്തോമ ചർച്ച്? അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒന്ന് ദൈവത്തെ ശുശ്രൂഷിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു പദവിയല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഹി വാസ് കൺവിൻസ്ഡ്. അവൻ പറഞ്ഞു, ശരിയാണ്, നല്ലൊരു കാര്യമാണ്. അപ്പോൾ അവൻ പറഞ്ഞല്ല, ഒരു പോയിൻ്റ് കൊണ്ടൊന്നും കാര്യമില്ല, ഇനിയും പോയിൻറ്റ്സ് എന്തെങ്കിലും വേണം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ദെൻ യു ക്യാൻ സ്പെൻഡ് ടൈം വിത്ത് യുവർ ഫാമിലി എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ബട്ട് ഐ നെവർ സീ യു ഹിയർ. അപ്പോൾ അച്ഛൻ അവിടെ വീട്ടിൽ എത്ര സമയമുണ്ടെന്നുള്ളതാണ് വാസ്തവത്തിൽ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇടവകയ്ക്ക് വേണ്ടിയിട്ട് അച്ഛൻ വേണ്ടുന്ന ശുശ്രൂഷകൾ അച്ഛനും കുടുംബമായിട്ട് ചെയ്തു. അച്ഛനും കുടുംബവും നമ്മുടെ സെൻറ് തോമസ് മാർത്തോമ ചർച്ച് തേവള്ളിക്ക് പോകുമ്പോൾ സെൻറ് തോമസ് മാർത്തോമ ചർച്ച് കൈതക്കുഴി എന്നുള്ള അച്ഛനാണ് നമ്മുടെ ഇവിടേക്ക് വരുന്നത്. ഇനി വരുന്ന അച്ഛൻ്റെ കൊച്ചമ്മയുടെ പേരും ക്രിസ്റ്റി കൊച്ചമ്മ അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒക്കെ ഉള്ളൊരു, അതുകൊണ്ട് അച്ഛനും കുടുംബത്തിനും അവിടെ പുതിയ സ്ഥലത്ത് എല്ലാവിധമായ ഈ ഇടവകയ്ക്ക് ചെയ്തു തന്ന എല്ലാ ശുശ്രൂഷയ്ക്കും ദൈവത്തെ സ്തുതിക്കുകയും അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തു തന്ന മാർത്തോമ സഭയോടും ഒപ്പം അച്ഛനോടും കുടുംബത്തിനോടും ഒക്കെ ഉള്ള ഇടവകയുടെ നന്ദി അറിയിക്കുകയും അച്ഛൻ പോകുന്ന ഇടത്ത് കൂടുതൽ ശക്തമായി അവിടെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ മിസ്റ്റർ ഡേവിഡ് ഫിലമോനും മിസ്റ്റർ ബിനു കുര്യാക്കോസും ചേർന്ന് പാരിതോഷികം നൽകുന്നു.
ഇപ്പോൾ മിസ്റ്റർ തോമസ് വർഗീസും മിസ്റ്റർ തമ്പി കുഞ്ഞും ഡിയും ചേർന്ന് മൊമെൻറ്റോ. ഇപ്പോൾ മിസ്റ്റർ ജോർജ് പി ചെറിയാനും മിസ്റ്റർ ജോർജ് ഈപ്പനും ചേർന്ന് ഒരു സൈൻഡ് ചാർട്ട് പേപ്പർ നൽകുന്നത്. കൊച്ചമ്മ റിപ്ലൈ പറയുന്നുണ്ടോ? ആദ്യം കൊച്ചമ്മേ. മറുപടി പ്രസംഗത്തിന് അവസരം കൊടുക്കുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ പറയട്ടെ. അച്ഛൻ എൻ്റെ ഒരു നല്ല സുഹൃത്തായിരുന്നു. ഇവിടെ വന്നപ്പോൾ മുതലേ ഏറ്റവും നല്ലൊരു സുഹൃത്ത്. ഇനി കൂടുതലൊന്നും പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ അച്ഛൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ അച്ഛനൊരു പെർഫെക്ഷനിസ്റ്റാണ്. എല്ലാ കാര്യം പെർഫെക്റ്റായിട്ട് ചെയ്യണം. കാപ്പ ഇട്ട് കഴിഞ്ഞാലും അപ്പവീഞ്ഞുകളെടുത്ത് വെച്ചാലും കുരിശ് ചരിഞ്ഞിരിക്കുകയാണെങ്കിൽ അത് നേരെയാക്കും, എഴുതിരിക്കാലും നേരെയാക്കും മധുവായിൽ എന്ന് പറഞ്ഞ പോലെ തന്നെ പള്ളിയുടെ കാര്യങ്ങളിലെല്ലാം വളരെ പെർഫെക്റ്റായിട്ട് എപ്പോഴും എല്ലാം നടക്കണമെന്നുള്ളൊരാഗ്രഹം. കൊച്ചമ്മയ്ക്ക് ജോലിയില്ലാഞ്ഞതുകൊണ്ട് ഇടവയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ചേർന്ന് പ്രവർത്തിപ്പാനായിട്ട് ഇടയായി എന്നുള്ളത് നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. എന്നാൽ അതിലൊരു ഗുണം കൂടെയുണ്ട്. എൻ്റെ വൈഫിന് ജോലിയില്ലായിരുന്നു. അപ്പോൾ ഇടവയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കുചേരാനായിട്ട് ഇടയാകും. അപ്പോൾ അവിടെ ചെന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് ആളുകളുടെ സംസാരത്തിൽ നിന്നും ഇടവയുടെ ഇവരുടെ ട്രെൻഡ് എന്താണെന്ന് സൈലൻ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ കൊച്ചമ്മയ്ക്ക് ഇടവയിലുള്ള ആളുകളുടെ ട്രെൻഡ്, അച്ഛനെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും ഒക്കെയുള്ള ട്രെൻഡുകൾ പറഞ്ഞു തരുന്ന കൊച്ചമ്മമാരാണ്. ഇങ്ങനെ ജോലിയില്ലാത്ത കൊച്ചമ്മമാർ, ജോലിയില്ലാത്തവരെന്നല്ല, എൻ്റെ വൈഫിനും ജോലിയില്ലായിരുന്നു. ഇടവകയിൽ പ്രവർത്തിക്കുമ്പോൾ അങ്ങനെ വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. കൊച്ചമ്മ ജോലി ചെയ്യാതെ ഇരിക്കുമ്പോൾ അച്ഛനോടൊത്ത് പോവുകയും ഒരു വീട്ടിൽ ചെന്ന് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അച്ഛൻ മനസ്സിലാക്കുന്നത് പോലെയല്ല കൊച്ചമ്മ അവിടെയുള്ളവരെ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ ലേഡീസിനെ മനസ്സിലാക്കുന്നത് അത് വലിയൊരു കാര്യമാണ്. സേവ്യാസംഘക്കാരെയൊക്കെ ഭയങ്കര അത്യാവശ്യമായിട്ടും മനസ്സിലാക്കിയിരുന്നില്ലെങ്കിൽ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് കൊച്ചമ്മയെ സംബന്ധിച്ചോളം നല്ലൊരു ഇടവക പ്രവർത്തക, അതോടൊപ്പം തന്നെ അച്ഛനെ സഹായിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും എനിക്ക് അവരുടെ കാര്യത്തിൽ ഈ മമ്മിയെ എസ്കോർട്ട് ചെയ്ത് നടക്കുന്ന 2 പിള്ളേർ, അവിടെ ഇരുന്നാലും മമ്മിയുടെ 2 ചുറ്റിലും കാണും, കുർബാന കൊള്ളാൻ വന്നാലും 2 ഇറമ്പിലും കാണും. എനിക്കൊന്ന് പോകുന്നിടത്തെല്ലാം ഇങ്ങനെ ആയിരിക്കും. മമ്മി എസ്കോർട്ട് ചെയ്യുന്ന 2 മക്കൾ, അതിൽ കൂടുതലെന്തോ വേണം. നല്ലൊരു കുടുംബമായിട്ട് ഇവിടെ പ്രവർത്തിപ്പാനായിട്ട് അച്ഛനും കൊച്ചമ്മയ്ക്ക് ഇടയായി. അതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പോകുന്ന ഇടവയെന്ന് പറയുന്നത് എൻ്റെ കൂട്ടുകാരുള്ള ഇടവകയാണ്. നൈനാൻ വർഗീസ് അച്ഛനും അതുപോലെ തന്നെ ഡോക്ടർ ജി വർഗീസും തേവരപ്പള്ളിയിലെ മെമ്പേഴ്സാണ്. അവരെൻ്റെ കൂടെയാണ് പഠിച്ചത്. ഞങ്ങളെല്ലാം സെയിം ബാച്ചാണ്. അപ്പോൾ നല്ലൊരു ഇടവയിലേക്ക് പോകുന്നു. അവിടെ കൂടുതൽ പ്രവർത്തിപ്പാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏപ്രിൽ മാസം 26-ാം തീയതിയാണ് എനിക്ക് ഷമ്മാശപ്പട്ടം കിട്ടുന്നത്. ഇന്ന് ഈ 26 ഡേറ്റ്, അതാണ് ഞാനിതിവിടെ പറഞ്ഞല്ലേ, ഞാൻ പറയുകയില്ലായിരുന്നു. നിങ്ങൾ അത് സ്വീകരിക്കുകയും തക്കതായിട്ടുള്ള ഒരു അനുമോദനം നൽകുകയും ചെയ്തു. അതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. നാളെ സെമിനാരിയിൽ വെച്ച് ഞങ്ങളുടെ ബാച്ചുകാരെല്ലാം കൂടെ കൂടുന്നുണ്ട് കുടുംബങ്ങളായിട്ട്. തുടർന്നുള്ള പ്രാർത്ഥനകളിൽ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നിങ്ങൾ ഓർക്കണം എന്നുള്ളത് പ്രത്യേകിച്ച് ഓർപ്പിക്കട്ടെ. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഇത്രയും നാൾ ഇടവയിൽ പ്രവർത്തിക്കുക, ശുശ്രൂഷിക്കുക എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. അതോടൊപ്പം തന്നെ ഒരു അനുഗ്രഹമാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. അത് ലഭിച്ചു. ആ ദാനത്തെ ഓർത്ത് ഞാൻ അങ്ങേയറ്റം ദൈവത്തോട് നന്ദിയുള്ളവനാണ്. അതുപോലെ തന്നെ മാർത്തോമാ സഭയിൽ ഒരു പട്ടക്കാരനായിട്ട് പ്രവർത്തിക്കുക എന്നതിൽ ഞാൻ ഒത്തിരി അഭിമാനം കൊണ്ടിട്ടുള്ള ആളാണ്.
ഇടവ ജനങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വികാരി അച്ഛന് വേണ്ടി നിങ്ങൾ എന്നും പ്രാർത്ഥിക്കില്ലേ? അപ്പോൾ ഈ അച്ഛനൊക്കെ പോയി കഴിഞ്ഞാൽ അടുത്ത വികാരി വരുമ്പോൾ എപ്പോഴും ഞങ്ങളുടെ വികാരിയെ ഇവിടെ അങ്ങനെ ഒത്തിരി കേട്ടിട്ടില്ലെങ്കിലും ഞങ്ങളുടെ വികാരിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കും. ഞങ്ങളുടെ വികാരിയെ ഓർക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയാണ് എപ്പോഴും ഞങ്ങളെയൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ ആശംസകളും നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ അച്ഛൻ്റെ പരിപാടികളിലെ തുടർന്ന് നമ്മുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. എപ്പോഴും ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുകയില്ല, നിങ്ങൾ ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കണം. അച്ഛനെ ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കണം. എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കില്ലെന്ന് എനിക്കറിയാം. അതുപോലെ അച്ഛ കൂടുതൽ ലഭിച്ച എല്ലാ നല്ല ഓർമ്മകളും മനസ്സിൽ വയ്ക്കുക. എന്തെങ്കിലും ചീത്തയായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ മറന്നിട്ട് പോവുക. വേണ്ടാത്ത വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഇട്ടിട്ട് പോവുക. നല്ല ഓർമ്മകൾ മനസ്സിൽ വയ്ക്കുക. താങ്ക് യു അച്ഛൻ. ഇപ്പോഴേ കൊച്ചമ്മ മറുപടി പറയും. ഇപ്പോഴേ യുവജന സഖ്യത്തിൻ്റെ ഗിഫ്റ്റ് യോഹന്നാൻ ടെനി ഒരുമിച്ച് നൽകുന്നതായിരിക്കും. പഴയ കൊച്ചമ്മ മറുപടി പ്രസംഗം ആദ്യം പറയും, പിന്നീട് അച്ഛൻ പറയും. എത്രയും ബഹുമാനമുള്ള തോമസ് വരീസ് അച്ഛൻ, വൈസ് പ്രസിഡൻറ്റ് തോമസ് കെ എബ്രഹാം അങ്കിൾ, കൂടിയിരിക്കുന്ന ദൈവജനമേ, കഴിഞ്ഞ 4 വർഷക്കാലം അച്ഛനോടൊപ്പം ഈ ഇടവകയിലായിരിക്കാൻ, എല്ലാ ശുശ്രൂഷയിലും പങ്കെടുക്കുവാൻ ദൈവം എനിക്ക് ഒരു അവസരം തന്നു. ഞങ്ങൾക്ക് കുടുംബമായ ഒരു അവസരം തന്നു. അതിനായിട്ട് ആദ്യം ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട എബ്രഹാം ഷാമിലച്ഛനും വത്സ കൊച്ചുമയും ഞങ്ങൾ വന്ന കാലം തൊട്ട് എപ്പോഴും സ്നേഹത്തോടെ ഞങ്ങളെ ചേർത്ത് പിടിക്കുകയും വേണ്ടതായിട്ടുള്ള ഉപദേശങ്ങൾ തരികയും ഞങ്ങൾക്ക് വേണ്ടുന്ന പ്രോത്സാഹനങ്ങൾ തരികയും ഒക്കെ ചെയ്തു. അതൊക്കെയും വളരെ സ്നേഹത്തോടെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളെക്കാൾ ഉപരിയായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവരുടെ കൊച്ചുമക്കളെ പോലെ സ്നേഹിക്കുകയും കരുതുകയും വാത്സല്യത്തോടെയൊക്കെ കരുതുകയും ചെയ്തു. അതൊക്കെ വളരെ സ്നേഹത്തോടെ ഈ സമയം ഞങ്ങൾ ഓർക്കുന്നു. പോത്തനച്ഛനെയും സജി കൊച്ചുമയും കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ കൊച്ചിലെ തൊട്ട് കണ്ടു വളർന്ന, അല്ലെങ്കിൽ ഇടവകാരി എന്നുള്ളതിൽ ഉപരിയായിട്ട് എൻ്റെ കുടുംബത്തിൽ കണ്ടു വളർന്ന, എൻ്റെ വീട്ടിലെപ്പോഴും വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി സംസാരിച്ച് കേട്ടിരിക്കുന്ന അച്ഛനാണ്. അച്ഛൻ്റെ ഇടവകയിൽ തന്നെ വന്ന് അച്ഛനോടും കൊച്ചുമയോടും ഒപ്പം ഈ 4 വർഷക്കാലം ഞങ്ങൾക്ക് ഇവിടെ ആയിരിക്കാൻ ദൈവം ഒരു അവസരം തന്ന അതൊരു അനുഗ്രഹമായും ഭാഗ്യമായിട്ടും ഞാൻ കരുതുന്നു. അവരെപ്പോഴും വളരെ പ്രോത്സാഹനവും രണ്ടുപേരും വളരെ എൻകറേജിംഗ് ആയിട്ട് ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങൾക്ക് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ ഉപദേശങ്ങളും സമയാസമയങ്ങളും തരികയും ഞങ്ങളെ ചേർത്ത് പിടിക്കുകയും ചെയ്തു. അതും വളരെ സ്നേഹത്തോടെ ഈ സമയം ഞാൻ ഓർക്കുകയാണ്. പിന്നീട് തോമസ് അറീസ് അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ, എനിക്ക് എപ്പോഴും അച്ഛനോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഫ്രീഡത്തോടെ ഒരു ഇൻഹിബിഷനും ഇല്ലാതെ സംസാരിക്കാൻ പറ്റുന്ന അച്ഛനായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അച്ഛൻ്റെ ഏതൊരു ആവശ്യത്തിലും, ജോൺജി അച്ഛൻ്റെ ഏതൊരു ആവശ്യത്തിലും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അത്ഭുതത്തോടാണ് കാണുന്നത്. ഇത്രയും ദൂരം ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് ഏത് സഹായവും ഏത് സമയത്തും അച്ഛൻ ഞങ്ങൾക്ക് തന്നു. ഞങ്ങളുടെ കുടുംബമായിട്ട് വളരെ സ്നേഹത്തോടെ, എപ്പോഴും വളരെ സ്നേഹത്തോടെ ഞങ്ങളെ ചേർത്ത് പിടിച്ചു. കുഞ്ഞുങ്ങളോടാണെങ്കിലും വളരെ വാത്സല്യത്തോടെ എപ്പോഴും ഞങ്ങൾക്ക് അടുത്തിരുന്ന് സംസാരിക്കാൻ പറ്റുന്ന അച്ഛനായിട്ട് ആണ് ഞാൻ എപ്പോഴും കരുതുന്നത്. അച്ഛൻ തന്ന എല്ലാ സ്നേഹത്തിനായിട്ടും വളരെ നന്ദിയുണ്ട്. പിന്നീട് വി തോമസ് അച്ഛൻ ഞങ്ങൾ വന്ന സമയത്ത് പെട്ടെന്ന് ഇവിടുന്ന് ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്തെങ്കിലും അച്ഛനുമായിട്ടൊരു ചെറിയ കാലയളവിൽ ഞങ്ങൾക്ക് പരിചയപ്പെടാനും സംസാരിക്കാനും ഒക്കെ ഇടയായി. എന്നാൽ അതിനുശേഷവും അച്ഛനോട് എപ്പോഴും അച്ഛനോട് ഫോണിൽ സംസാരിക്കുകയും ഞങ്ങളുടെ സ്നേഹവിവരങ്ങൾ അന്വേഷിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എപ്പോഴും അച്ഛൻ ചെയ്യുന്നു. അതും നന്ദിയോടെ ഓർക്കട്ടെ. പിന്നീട് ജോർജ് വരീസ് അച്ഛൻ എപ്പോഴും അച്ഛൻ്റെ മാതൃ ഇടവകയുടെ വികാരി എന്ന നിലയിൽ എപ്പോഴും സ്നേഹത്തോടെ അന്വേഷിക്കുകയും സംസാരിക്കുകയും ഞങ്ങളെ കരുതുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൽ അച്ഛനെയൊക്കെ ഉപരിയായിട്ട് എനിക്ക് ആ ഫാമിലിയോട്, വർഗീസ് സാറും ഫാമിലിയുമായിട്ട് ഏറ്റവും നല്ലൊരു ബന്ധം സ്ഥാപിക്കാനായിട്ട് വളരെ എൻ്റെ ആവശ്യങ്ങളിലൊക്കെ വളരെ സ്നേഹത്തോടെ കരുതലോടെ എന്നെ കരുതുന്നൊരു ഫാമിലിയായിട്ട് അച്ഛൻ്റെ ഫാമിലി ഞാൻ നന്ദിയോടെ ഓർക്കട്ടെ. കഴിഞ്ഞ ഒരു 21 വർഷമായി ഞങ്ങൾ ഈ മിനിസ്ട്രിയിലായിട്ട്, എന്നാൽ ഇത്രയധികം ഞങ്ങളെ സ്നേഹത്തോടെ കരുതലോടെ ചേർത്ത് പിടിച്ച
ഒരു ഇടവകയുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ഇവിടെ വരുമ്പോൾ ഒരു എൽഡർലി ക്രൗഡ് അല്ലെങ്കിൽ മുതിർന്നവർ കൂടുതലുള്ള പള്ളി എന്ന് പറയുമെങ്കിലും ഞങ്ങൾക്കത് എപ്പോഴും ഒരു അനുഗ്രഹമായിട്ടാണ് ഭവിച്ചിട്ടുള്ളത്. കാരണം നിങ്ങളിൽ മിക്ക ആളുകളുടെയും മക്കളുടെ പ്രായമേ ഉള്ളൂ ഞങ്ങൾക്ക്. അപ്പോൾ ആ ഒരു സ്നേഹവും കരുതലും എപ്പോഴും ഒരു പിന്തുണയും ഞങ്ങൾക്കുണ്ടായിരുന്നു എന്ന് എപ്പോഴും ഞങ്ങൾക്ക് ഈ 4 വർഷവും ഫീൽ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ആണെങ്കിലും വീട്ടിൽ വരുമ്പം കൈ നിറച്ച് ചോക്ലേറ്റും അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ആയിട്ട് സ്വന്തം കൊച്ചുമക്കളെ കാണാൻ വരുന്ന പോലെയാണ് നിങ്ങളിൽ മിക്ക പേരും വന്നിട്ടുള്ളത്. അതൊക്കെയും വളരെ സന്തോഷത്തോടെ ഓർക്കുന്നു. പിന്നീട് ആൻറ്റിമാർ, അമ്മമാർക്ക് എപ്പോഴും മക്കളോട്, ഞാൻ ആൺമക്കളോടില്ലെന്നല്ല, പെൺമക്കളോടൊരു കൺസേൺ കൂടുതലാണ്. കാരണം അവരെങ്ങനെ ചെയ്യും, ഒറ്റയ്ക്ക് എങ്ങനെ ജോലി ചെയ്യും, അച്ഛനില്ലാത്ത സമയം ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, കുഞ്ഞുങ്ങൾക്ക് പരീക്ഷയാണെങ്കിൽ എപ്പോഴും ആ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും പറയുകയും, അച്ഛൻ ഇവിടെ ഇല്ലാത്ത സമയങ്ങളിൽ എന്നെ വിളിച്ച് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയൊക്കെ ചെയ്യുന്ന ആൻറ്റിമാരെയാണ് ഞാൻ എപ്പോഴും കാണുന്നത്. മാത്രമല്ല പലപ്പോഴും എനിക്ക് എന്തെങ്കിലും ഒരു സുഖമില്ലെങ്കിലോ അല്ലെങ്കിൽ അസൗകര്യം ഉണ്ടല്ലോ, കുഞ്ഞുങ്ങൾക്ക് അസുഖം ഉണ്ടെങ്കിലോ ഒക്കെ എനിക്ക് പറയാൻ പലപ്പോഴും മടിയാണ്. കാരണം അപ്പോഴത്തേക്ക് എനിക്ക് ഫുഡൊക്കെ കുക്ക് ചെയ്ത് പാക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുവരുന്ന ഒത്തിരി അമ്മമാർ ഉള്ള ഒരു പള്ളിയാണ്. അതിൽ പലരും സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ, ഞാൻ ആരുടെയും പേരെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ സ്വന്തം കാര്യം പോലും ചെയ്യാൻ ബുദ്ധിമുട്ട് വീട്ടിൽ അനുഭവിക്കുന്നവരാണ് ഈ പറഞ്ഞ എനിക്ക് കുക്ക് ചെയ്ത് കൊണ്ട് തരുന്നതെന്ന് പറയുന്നത്. മാത്രമല്ല പ്രായമുള്ളവർ മാത്രമല്ല, ഓഫീസ് ജോലി കഴിഞ്ഞതിന് ശേഷം വന്ന് എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെന്ന് അറിഞ്ഞ ഉടനെ ഫുഡൊക്കെ തയ്യാറാക്കി കൊണ്ടുവരുന്ന അനേകം ഫാമിലി ഇവിടെ ഉണ്ട്. അതൊക്കെ എനിക്ക് അതിന് പകരമായിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, എന്നാൽ ഞാൻ ദൈവസേനയിൽ നന്ദിയോടെ നിങ്ങളെയൊക്കെയും ഓർക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഈ ഇടവകയിൽ എനിക്ക് വളരെ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചു. എപ്പോഴും നല്ല നല്ല ഫ്രണ്ട്ഷിപ്പ് കുറേ ആൾക്കാരുമായിട്ട് എനിക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു. എന്നാൽ എനിക്ക് പറയാനുള്ളത്, അച്ഛൻ ഓടുന്ന ഒരു പേസിൽ എനിക്ക് ഓടാൻ മിക്കപ്പോഴും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ കാരണം അച്ഛൻ ഓടിപ്പോകുമ്പോൾ എനിക്ക് അതിൻ്റെ കൂട്ടത്തിൽ, കാരണം കുഞ്ഞുങ്ങൾ നിങ്ങൾക്കറിയാം, അവർ വന്നപ്പം ഇളയാൾക്ക് 5 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, മൂത്ത ആൾക്ക് 9 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം കൊച്ചു കുഞ്ഞുങ്ങളെന്നുള്ള രീതിയിൽ കൂടുതൽ അവർക്ക് എപ്പോഴും അറ്റൻഷൻ വേണ്ടിയ ഒരു സമയം, കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് വേണ്ടിയ സമയം, അതുകൊണ്ടൊക്കെ അച്ഛൻ പലപ്പോഴും പോകുമ്പോൾ ചിലപ്പം കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന സമയമായിരിക്കാം, വരുന്ന സമയമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ എക്സാം ടൈം ആയിരിക്കാം. അങ്ങനെ പലപ്പോഴും എനിക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. എന്നാൽ അതൊക്കെയും ഞാൻ എൻ്റെ കഴിവിൻ്റെ മാക്സിമം എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതെല്ലാം മനസ്സിലാക്കി വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഞാൻ എപ്പോഴും തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ആൻറ്റിമാരൊക്കെ സാരമില്ല, കുഴപ്പമില്ല, നമുക്കെല്ലാം എത്തിപ്പെടാൻ സാധിക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞ് എൻകറേജ് ചെയ്യുന്ന ഒരു സമൂഹത്തെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എല്ലാവരോടും എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഞങ്ങളുടെ ഇനിയുള്ള ശുശ്രൂഷയിലും ഞങ്ങളെയും അധികമായി ദൈവത്തെ സ്നേഹിച്ച് അവന് വേണ്ടി വേല ചെയ്യുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ബഹുമാനപ്പെട്ട ജോൺ ജി മാത്യു അച്ഛൻ മറുപടി. ദൈവത്തിന് സ്തുതി. പറഞ്ഞ സമയമായി, എന്നാലും ചില നിമിഷങ്ങൾ കൂടെ എടുത്തു കൊള്ളട്ടെ. നിങ്ങളുടെ സ്നേഹത്തിനും കരുതലിനും വാത്സല്യത്തിനും മറുപടി പറയാതിരിക്കുവാൻ സാധിക്കില്ലല്ലോ. ഇത് ഞാൻ എൻ്റെ കുടുംബത്തെ എല്ലാവരെയും, കുഞ്ഞുങ്ങളെ ഉൾപ്പെടുത്തിയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. പ്രിയപ്പെട്ട തോമസ് വർഗീസ് അച്ഛൻ, പ്രിയ തോമസ് കെ എബ്രഹാം അച്ഛൻ, ട്രിനിറ്റി മാർത്തോമ ഇടവക അംഗങ്ങളെ, കഴിഞ്ഞ 4 വർഷം ഈ ഇടവകയെ ശുശ്രൂഷിപ്പാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ഒരു അവസരം നൽകിയത് മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ സിനഡിൻ്റെ തീരുമാനപ്രകാരം മെത്രാപ്പോലീത്ത തിരുമേനിയുടെ നിയോഗമാണ്. അഭിയുന്നിയ ബർണബാസ് തിരുമേനി ഈ ഭദ്രാസനത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കുമ്പോഴാണ് ഈ ഇടവകയിലേക്ക് എനിക്ക് ഈ ഒരു ശുശ്രൂഷ അല്ലെങ്കിൽ ഈ ഒരു ചുമതല ഏൽപ്പിക്കുന്നത്. എന്നാൽ അതിനെ തുടർന്ന് ഫിലിക്സ് നോസ് തിരുമേനി വന്നയാളുടെ സമയത്ത്
സാധാരണയായി 3 വർഷമാണ്. എന്നാൽ 1 വർഷം കൂടെ ഈ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് അഭിയുന്ന തിരുമേനി അനുവദിച്ചു. അങ്ങനെ ഈ ഇടവകയിലെ ശുശ്രൂഷ 4 വർഷം ഏറ്റവും വിശ്വസ്തയോടെ ചെയ്യുവാനായിട്ട് ഇടയായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു ചിന്ത മാത്രം. കുടുംബമുണ്ട്, മറ്റ് പല കാര്യങ്ങളുണ്ട്. എന്നാൽ ദൈവത്തെ എങ്ങനെ, എത്രമാത്രം, ഏതറ്റം വരെ സേവിക്കുവാൻ സാധിക്കും എന്നുള്ളത്, അത് മാത്രമാണ് ലക്ഷ്യം. അതൊരു പക്ഷേ സമയമായിരിക്കാം, ആരോഗ്യമായിരിക്കാം, കുടുംബത്തിന് നൽകേണ്ടതായുള്ള സമയമായിരിക്കാം. എല്ലാം ഒരുപക്ഷെ ഞാൻ മറന്ന് മനസ്സിലും ഉറക്കത്തിലും ഉണർന്നിരിക്കുമ്പോഴെല്ലാം ഒരേ ഒരു ലക്ഷ്യം, എങ്ങനെയെങ്കിലുമൊക്കെ കർത്താവിൻ്റെ വേല തികയ്ക്കുക എന്നുള്ളത്. ഇത് വെറുതെ പറഞ്ഞ് വയ്ക്കുന്നതല്ല. ഇന്നും ഈ നിമിഷവും ജീവിതത്തിൽ അത് മാത്രമേ ഉള്ളൂ ലക്ഷ്യം. അതിൻ്റെ ഒരു ഫലം മാത്രമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്കം മാത്രമാണ് ഞാൻ ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ടുള്ളെങ്കിൽ. അതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുകയും ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥനയോടെ എന്നെ കൈത്താങ്ങിയ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കട്ടെ. എനിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മാതാവ്, അതോടൊപ്പം തന്നെ ക്രിസ്റ്റിയുടെ മാതാപിതാക്കൾ, ഇവിടെയുള്ളതായുള്ള ഏറ്റവും സ്നേഹനിധികളായ മാതാപിതാക്കളും സഹോദരി സഹോദരികളും, അച്ഛാ പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രയാസപ്പെടേണ്ട, കൈ എങ്ങനെയുണ്ട്, കൊച്ചമ്മയുടെ ആരോഗ്യം എങ്ങനെയുണ്ട്, കുഞ്ഞുങ്ങൾ എങ്ങനെയുണ്ട്, ഇങ്ങനെയൊക്കെയുള്ളതായുള്ള ചേർത്ത് പിടിക്കലാണ് ഈ ശുശ്രൂഷയെ ഇത്രത്തോളം ആത്മാർത്ഥതയോടെ ചെയ്യണമെന്ന് എന്നെ നിരന്തരമായി ഓർപ്പിച്ചുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ട അച്ഛന്മാരുടെ സാന്നിധ്യത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട എബ്രഹാം ശൗമലച്ചൻ, കൊച്ചമ്മ, എല്ലാ അച്ഛന്മാരും വ്യത്യസ്തരാണ്. 3 അച്ഛന്മാരിൽ നിന്നും വളരെ വ്യത്യസ്തമായ ശുശ്രൂഷ രീതികൾ പഠിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. എബ്രഹാം ശൗമലച്ചനെ സംബന്ധിച്ചിടത്തോളം വചന ശുശ്രൂഷയോടുള്ള ഒരു താല്പര്യം, ഏത് സമയത്തും എവിടെയാണെങ്കിലും ഒരു വചന ശുശ്രൂഷ നിറവേറ്റണം എന്ന് പറഞ്ഞാൽ വളരെ ഉത്സാഹത്തോടുകൂടെ അച്ഛൻ അത് ചെയ്യാനായിട്ട് ഒരുങ്ങും. ഒരുപക്ഷെ അത് എൻ്റെ ജീവിതത്തിലും ഇനിയുള്ള ശുശ്രൂഷകളിലും അത് സാധ്യമാകണമേ എന്നുള്ളതായുള്ള പ്രാർത്ഥനയാണ്. പ്രിയ അച്ഛൻ ഓർപ്പിച്ചതുപോലെ എൻ്റെ പിതാവിൻ്റെ നല്ല ഒരു സ്നേഹിതൻ, ആ ഒരു വാത്സല്യം പ്രിയ അച്ഛനും കൊച്ചമ്മയും എപ്പോഴും തന്നിട്ടുണ്ട് എന്നുള്ളത് ഇത്തരുണത്തിൽ ഓർക്കുകയാണ്. പ്രിയപ്പെട്ട പോത്തനച്ഛൻ, കൊച്ചമ്മ, അച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും ഒരച്ഛൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് കണ്ടു പഠിക്കേണ്ടത് പ്രിയ പോത്തനച്ഛനിൽ നിന്നാണ്. ഏതൊക്കെ രീതിയിൽ ഒരു ഇടവക ശുശ്രൂഷ ചെയ്യാം എന്നുള്ളത് അച്ഛനെ നോക്കിയാൽ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. അച്ഛൻ്റെ ഒരു ഫോൺ കോൾ വിളി മതി ഒരാഴ്ചയിലെ ശുശ്രൂഷകൾ ഏറ്റവും ഉത്സാഹഭരിതമായി മുമ്പോട്ട് നയിക്കുവാനായിട്ട്. ആത്മാർത്ഥതയോടെ ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും, പ്രത്യേകിച്ച് ദൈവശാസ്ത്ര രംഗങ്ങളിൽ മേഖലകളിലുള്ളതായുള്ള ചർച്ചകൾ ഇപ്പോഴും വളരെ സന്തോഷത്തോടെ പങ്കിടുന്നു. അതോടൊപ്പം തന്നെ ആരാധനയിലും വചന ശുശ്രൂഷയിലും എങ്ങനെയൊക്കെ ആയിരിക്കണമെന്നുള്ളത് അച്ഛന് ഓർപ്പിച്ച് സഹായിക്കുകയുണ്ടായി. അച്ഛനോടുമുള്ള കടപ്പാട് അറിയിക്കുന്നു. പ്രിയപ്പെട്ട തോമസ് വർഗീസ് അച്ഛൻ, അച്ഛൻ പറഞ്ഞ അതേ കാര്യമാണ് ഞാനും എഴുതിയിരിക്കുന്നത്. നല്ലൊരു സ്നേഹിതൻ, ആത്മാർത്ഥതയുള്ള സ്നേഹിതൻ. ക്രിസ്റ്റി പറഞ്ഞതുപോലെ ഏറ്റവും അപ്രോച്ചബിളായ, ഭയം കൂടാതെ അച്ഛൻ്റെ അടുത്ത് പോയിരുന്ന കാര്യങ്ങൾ പറയാനും സംസാരിക്കാനും, എന്നാൽ ആവശ്യഘട്ടങ്ങളിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ വിട്ടുകള, ഇനിയും ഒന്നും പറയണ്ട, അത് പൊയ്ക്കോട്ടെ, ഇങ്ങനെ ആവശ്യമായ ഉപദേശങ്ങൾ നൽകിയ ഒരു ജ്യേഷ്ഠ സഹോദരൻ. എൻ്റെ കൈയുടെ ഒരു പ്രയാസം വന്നുള്ള സമയത്ത് ആ ദിനങ്ങളിലെല്ലാം തന്നെ പുല്ലാട് പോകേണ്ടതായിട്ടുണ്ട്, എന്നാൽ ഇവിടെ താമസിക്കുകയും ആവശ്യമുള്ള ദിവസങ്ങളിൽ രാവിലെ പോയി മടങ്ങി വരുന്നതായുള്ള ശുശ്രൂഷ. അതുകൊണ്ട് ഈ ഒരു പ്രയാസം എന്നെ ഒട്ടും അലട്ടിയിട്ടില്ല, ഈ ഇടവകയുടെ ശുശ്രൂഷയെ ബാധിച്ചിട്ടുമില്ല എന്ന് എനിക്ക് ഉറപ്പോടെ പറയാനായിട്ട് സാധിക്കും. അച്ഛനോടും കുഞ്ഞുങ്ങളോടുമുള്ള സ്നേഹവും കടപ്പാടും. വി തോമസ് അച്ഛൻ കൃഷി ഓർപ്പിച്ചതുപോലെ നിരന്തരം അച്ഛൻ ഫോൺ ചെയ്യും, പ്രോത്സാഹിപ്പിക്കും, സ്നേഹം നൽകും. അച്ഛൻ്റെയും കൊച്ചമ്മയുടെയും സ്നേഹാന്വേഷണം വളരെ
കരുത്തായിരുന്നു, വലിയ സഹായമായിരുന്നു. ജോർജ് വർഗീസ് അച്ഛനെ കുറിച്ച് പറഞ്ഞല്ലോ, തിരക്കുകളുടെ നടുവിലാണ്. എന്നാൽ ആ ഒരു കുടുംബം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ട്രിവാൻഡ്രത്തുള്ള ഒരു അപ്പനും അമ്മയുമായിരുന്നു. അതുപോലെ സ്നേഹിക്കുകയും കരുതുകയും വർണ്ണിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഞങ്ങളുടെ കുടുംബത്തെ പ്രിയ വർഗീസ് സാറും ബിനമാമയും കരുതി. പ്രിയ ബിന്ദു ആത്മാർത്ഥതയോടെ രോഗാവസ്ഥയിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് സഹായിച്ചു. ഒരു സഹോദരിയെ പോലെയുള്ള സ്നേഹം നൽകി. അപ്രകാരം ആ കുടുംബവും ഞങ്ങളെ സ്നേഹിച്ചതിനുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഞാൻ എപ്പോഴും ഓർപ്പിച്ചുവല്ലോ, ഇന്ന് നമ്മൾ എന്തെങ്കിലും സന്തോഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നല്ല ഒരു അടിസ്ഥാനം ഈ ഉള്ളതുകൊണ്ടാണ്. പലരും ഈ സെൻറ്ററിലെ പല ആൾക്കാരും പറയും ട്രിനിറ്റി ഇടവകയിൽ വഴക്കില്ല. ശരിയാണ്, ഈ ഇടവകയിൽ വഴക്കില്ലാത്ത ഇടവകയാണ്. കാരണം നല്ലൊരു അടിസ്ഥാനമാണ് ഈ ഇടവയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ തരുണത്തിൽ ഞാൻ അത് ഓർക്കാൻ ആഗ്രഹിക്കുകയാണ്. വൈ വി ആർ എ ബ്ലെസ്ഡ് ചർച്ച്? ബിക്കോസ് വി ഹാവ് ഗുഡ് ഫൗണ്ടേഷൻ ആൻഡ് വി ആർ ബിൽഡിംഗ് ഓൺ ദാറ്റ്. ഇപ്പോഴുള്ളവരും മുൻ തലമുറയിലുള്ളവരും അത്രമാത്രം ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചവരാണ്. ഈ തരുണത്തിൽ വർഗീസ് ഉപദേശി ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. ഉപദേശിയുടെ ജീവിതം, മാത്യു റോയ്സ് ഡോക്ടർ, സൂസൻ ജോർജ് ഡോക്ടർ, KJ ജോർജ് സാറ്, PA തോമസ് ഡോക്ടർ, ഇവരെയെല്ലാം നമ്മൾ വാർഷിക റിപ്പോർട്ടിൽ ഓർക്കാറുണ്ടല്ലോ. ഇവരുടെയൊക്കെ കുടുംബങ്ങളെ അടുത്തറിയാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇവരുടെ നന്മകൾ. അതോടൊപ്പം തന്നെ ഈ നാളുകളിലൊക്കെയും ഈ ഇടവയ്ക്ക് നേതൃത്വം നൽകിയതായുള്ള അനേകരുടെ കൈത്താങ്ങലാണ്, ക്രൈസ്തവ സമിതിയുടെ കൈത്താങ്ങലാണ് ഈ നന്മകളും സന്തോഷങ്ങളും നമുക്ക് അനുഭവിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഇന്ന് ഇവിടെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ശാന്തായ ജോർജ് ആൻറ്റിയുടെ സാന്നിധ്യം, ഗ്രേസി ആൻറ്റിയുടെ സാന്നിധ്യം, അങ്ങനെ ഇത്രയും നേരം ഇരിക്കാൻ പറ്റാത്തതായുള്ള പലരും ഇവിടെയുണ്ട്. പ്രിയ ആൻറ്റി കഴിഞ്ഞ 4 വർഷത്തിൽ 2 മാസമേ ആയുള്ളൂ ദേവാലയത്തിൽ വരാനായിട്ട് തുടങ്ങിയത്. കാരണം ആ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു ഭയം എന്തെങ്കിലും പറ്റുമോ എന്ന്. എന്നാൽ നിരന്തരമായ പ്രോത്സാഹനം പ്രിയ ആൻറ്റിയെ രാവിലെ തന്നെ ഇവിടെ കൊണ്ടെത്തിച്ചു. അങ്ങനെ ഇവിടെ ഇരിക്കാൻ പറ്റാതെ ക്ഷീണാവസ്ഥയിൽ ശാരീരിക വേദനകൾ, നടുവിൻ്റെ വേദന, മറ്റ് പ്രയാസങ്ങൾ, തിരക്കുകളുള്ളവർ അവരാണ് ഈ ഫ്രണ്ടിലിരിക്കുന്നത്. അതുകൊണ്ട് പഴയ തലമുറ മാത്രമല്ല, ഇവിടെ ഇന്ന് ആയിരിക്കുന്നവരും ഈ ദൃശ്യമാധ്യമത്തിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നവരും അവരെല്ലാമാണ് ഈ ഇടവകയുടെ സമ്പത്ത്. ഈ ഇടവകയുടെ അനുഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ഞാൻ എൻ്റെ അമ്മയോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ട്രിനിറ്റി ഇടവക പോലെ ട്രിനിറ്റി ഇടവക മാത്രം. മാർത്തോമാ സഭയിൽ ഇതുപോലൊരു ഇടവക ഇത് മാത്രമേ ഉള്ളൂ, മറ്റൊരു ഇടവകയില്ല. യു കനോട്ട് കമ്പയർ ദിസ് ചർച്ച് വിത്ത് എനി അതർ ചർച്ച്. അതൊരു വികാരിയായിരുന്നാൽ മാത്രമേ ഈ ഞാൻ പറഞ്ഞ വാക്കിൻ്റെ ഡെപ്ത് നിങ്ങൾക്ക് അറിയുകയുള്ളൂ. അത് വേറെ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. നിശ്ചയമായിട്ട് മുന്നിരുന്ന വികാരിമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും. അത്രമാത്രം അവർണ്യമായ, വർണ്ണിക്കാൻ സാധിക്കാത്ത ഒരു ഇടവകയാണ് എന്നുള്ളത് സന്തോഷത്തോടെ ഓർക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഇവിടേക്ക് എന്നെ അയച്ചതാളുടെ സമയത്ത് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പള്ളിയിലേക്കാണ് ഞാൻ വരുന്നത് എന്നുള്ളത്. ഈ 21 വർഷത്തിൽ 2 സ്നേഹിതരുടെ പള്ളികളിൽ എനിക്ക് ശുശ്രൂഷ നിറവേറ്റുവാനായിട്ട് സാധിച്ചു. 2004-07 കാലയളവിൽ കൊളനടയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെ ഞാൻ PGയിൽ പഠിച്ചതാളുടെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഇടവകയിലാണ് ശുശ്രൂഷ നിറവേറ്റുക. അതൊരു വലിയ ആനന്ദമാണ്. കൂടെ പഠിച്ചവരുടെ കൂടെ ഒന്ന്, അല്ലെങ്കിൽ കാരണം കളിതമാശ, വഴക്കുകൾ ഇതെല്ലാം നിറവേറ്റിയതാണ് അവരുടെ ഇടവകയിൽ ചെയ്യുക. അതുപോലെ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഈ ഇടവകയിലുണ്ട്, ദീപു K. മാത്യു. ആ ഫാമിലി പ്രിയ MK മാത്യു ആൻഡ് ദീനമാമ, അവരുടെ സ്നേഹവും കരുതലും ഈ തരുണത്തിൽ സന്തോഷത്തോടുകൂടെ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് സ്വന്തക്കാരായി ഇത്രമാത്രം ആൾക്കാരുണ്ടായിരുന്ന ഒരിടവക. എല്ലാവരും സ്വന്തക്കാരാണ്. ഞാൻ ഇന്ന് പ്രാർത്ഥന ഓർത്തല്ലോ, നമ്മൾ ഒരേ അപ്പത്തിൻ്റെ അംശികളാണ്. എന്നാൽ രക്തബന്ധമുള്ള ചില അംഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് കോട്ടമണ്ണിലെ പ്രിയ പൊന്നമ്മയമ്മച്ചി അന്നമ്മ ഫിലിപ്പ് എൻ്റെ ഫാദറിൻ്റെ കസിനാണ്, ഫസ്റ്റ് കസിനാണ്. ആ കുടുംബം, ആ പ്രിയ അമ്മച്ചിയുടെയും പ്രീതമാമ്മയുടെയും റോയിച്ചാൻ്റെയൊക്കെ സ്നേഹം. അതോടൊപ്പം തന്നെ KV മാത്യു സാർ എൻ്റെ അമ്മയുടെ ഫസ്റ്റ് കസിനാണ്. കയ്യൂരിൽ KV മാത്യു എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ തൊട്ട് അടുത്തുള്ള വീട്. പ്രത്യേകിച്ച് ഈ പ്രിയപ്പെട്ടവരുടെ സ്നേഹം നിത്യത്തിലേക്ക് പ്രവേശിച്ചതായുള്ള പൊടിയമ്മച്ചി, പൊടിയമ്മ ആൻറ്റി, അതോടൊപ്പം തന്നെ KJ ഫിലിപ്പ് സാറ്,
ക്രിസ്റ്റിയുടെ കസിൻസ് ആയിരിക്കുന്ന ആളുള്ള പ്രിയ പോത്തനച്ചൻ ധർമ്മിഷൻ സാറ്, അതോടൊപ്പം തന്നെ പ്രിയ ജോളിയപ്പച്ചൻ ആൻഡ് ആൻറ്റി, ഈ പ്രിയപ്പെട്ടവരോട് എത്ര നന്ദി കരയറ്റിയാലും മതിയാകുകയില്ല. എല്ലാ ആഴ്ചകളിലും കൊച്ചുമക്കൾക്ക് കൊടുക്കുന്നത് പോലെ സ്നേഹവും വാത്സല്യവും കോരി ചൊരിഞ്ഞിട്ടുള്ളതായുള്ള പ്രിയപ്പെട്ടവർ. അതോടൊപ്പം തന്നെ എൻ്റെ കസിനായിരിക്കുന്ന ആളുള്ള സന്തോഷ് കോശി എബ്രഹാം. ഒരു പക്ഷേ ഒരു അമ്മ എന്താ എങ്ങനെ പറയുന്നത്, പിറക്കാതെ പോയതാളുള്ള 2 മക്കൾ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ സ്നേഹത്തോടെ കരുതലോടുകൂടെ ഞങ്ങൾക്കൊക്കെ പ്രവർത്തിക്കുവാനായിട്ട് ഇങ്ങനെ കുറേ ബന്ധങ്ങൾ ഉള്ളതായുള്ള പ്രിയപ്പെട്ടവരെ ഈ ഇടവകയിൽ കാണുവാൻ സാധിച്ചു. അതെല്ലാം ഈ ഇടവക ശുശ്രൂഷ സമയത്ത് ഞാൻ അങ്ങനെ കാട്ടാനോ അല്ലെങ്കിൽ ആ രീതിയിൽ അവരോട് അടുപ്പം കാണാനോ ശ്രമിച്ചില്ല. എന്നാൽ ഇന്ന് അത് പറഞ്ഞില്ല എങ്കിൽ ഒരു നന്ദികേടാണ്. അതുകൊണ്ട് അവരോടുള്ള സന്തോഷവും കടപ്പാടും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ 4 വർഷത്തെ ശുശ്രൂഷയിൽ ആദ്യം മുതൽ ഈ നാളുകൾ വരെയും എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചതായുള്ള ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട ജോർജ് മാത്യു അല്ലെങ്കിൽ ധർമ്മിഷൻ സാറ്. കണക്കിൻ്റെ കാര്യമാണെങ്കിലും ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമാണെങ്കിലും മറ്റേതൊരു ആവശ്യമുണ്ടെങ്കിലും ധർമ്മിച്ച ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ വരണ്ടെങ്കിലും വന്ന് അത് ഇമ്മീഡിയറ്റ്ലായിട്ട് ചെയ്തു തരും. അതായത് കഴിഞ്ഞ ദിവസം മാത്രമാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും ഒരു വെൽക്കം നോട്ടും പ്രിപ്പയർ ചെയ്യുന്നത്. 4 വർഷത്തിൽ ആദ്യമായിട്ട് അത് ചെയ്യേണ്ടതായിട്ട് വന്നു. അതിനു മുന്നമേ എല്ലാം ചെയ്തു തന്നത് ഈ പ്രിയപ്പെട്ട ധർമ്മിഷ്ഠനാണ്. ഇന്ന് ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. പല കാരണങ്ങളാൽ പ്രിയ ധർമ്മിഷ്ഠന് വരുവാൻ സാധിക്കില്ല എന്ന് അറിയിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് പ്രിയ ധർമ്മിഷ്ഠനുള്ള സന്തോഷം, കടപ്പാട് വാക്കിൽ ചുരുക്കുവാൻ പറ്റുകയില്ല, അറിയിക്കുകയാണ്. ഞാൻ വന്നതായുള്ള സമയത്ത് എന്നോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചതായുള്ള ചുമതലക്കാരെ ഓർക്കാതിരിക്കുവാനായിട്ട് സാധിക്കില്ല. പ്രിയപ്പെട്ട തമ്പിക്കുഞ്ചൻ വന്ന സമയത്ത് സെക്രട്ടറിയായി പ്രവർത്തിച്ചു. വേണ്ടുന്ന നിർദ്ദേശങ്ങളും ഈ ഇടവയെക്കുറിച്ചുള്ളതായുള്ള നല്ല ഒരു വിവരണവും നൽകി സഹായിച്ചു. ട്രസ്റ്റിമാരായി പ്രവർത്തിച്ചതായുള്ള ജോർജ് പി ചെറിയാൻ സാറും ജോർജി ഈപ്പൻ സാറും അവരുടെ സ്നേഹവും വാത്സല്യവും ഇവിടെ ഒന്ന് സെറ്റിൽ ചെയ്യുവാനായിട്ട് ഏറ്റവും സഹായകരമായിരുന്നു എന്നുള്ളത് ഈ തരുണത്തിൽ ഓർക്കുകയാണ്. നിത്യതയിലേക്ക് പ്രവേശിച്ചതായുള്ള ജോസഫ് പി ജോസഫ് സാറായിരുന്നു ആ സമയത്തെ വൈസ് പ്രസിഡൻറ്റ്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ 3 വർഷം എന്നോടൊപ്പം പ്രവർത്തിച്ചതായുള്ള പ്രിയപ്പെട്ട സെക്രട്ടറി പ്രിയ സന്തോഷ് കോശി എബ്രഹാം. ഞാൻ പറഞ്ഞല്ലോ, സഹോദരതുല്യമായ ഒരു സ്നേഹവും കരുതലും എപ്പോഴും പ്രോത്സാഹിപ്പിക്കാറുണ്ട്. എന്നെ മനസ്സിലാക്കി എന്നോട് ചേർന്ന് എനിക്ക് ആവശ്യമായിരിക്കുന്ന നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ സഹായങ്ങളും നൽകിയതായുള്ള ഒരു വ്യക്തിത്വം. ഹീ ഈസ് കേപ്പബിൾ, ഹീ ഈസ് കമ്മിറ്റഡ് ആൻഡ് വെരി കോപ്പറേറ്റീവ്. സന്തോഷിനെക്കുറിച്ച് ഈ 3 വാക്കുകളാണ്. ഒരു സെക്രട്ടറിയായി ഇടവയ്ക്ക് ഈ ഒരു കാലയളവിൽ നേതൃത്വം നൽകുവാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. വെരി കമ്മിറ്റഡ് ഫോർ ദ ചർച്ച് മിനിസ്ട്രി ആൻഡ് ഓൾസോ വെരി കോപ്പറേറ്റീവ്. എന്നെപ്പോലെ എല്ലാവരും പറഞ്ഞല്ലോ, ഈ സ്പീഡിൽ ഓടുന്ന ഒരാളുടെ പുറകിൽ അല്ലെങ്കിൽ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുക. അപ്പോൾ അവിടെ എല്ലാം കൂടെ നിന്ന്, കാരണം ഈ ഓട്ടത്തിൻ്റെ ഒരേ ഒരു കാരണം സമയം കളയരുത്, സമയമില്ല, തീർക്കണം, ചെയ്തു തീർക്കണം, എന്തൊക്കെ ചെയ്യാം, ഇങ്ങനെ ഒരു ചിന്ത കൊണ്ടായിപ്പോയതാണ്. അത് എത്രമാത്രം മാറ്റണമെന്ന് വിചാരിച്ചാലും, കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ക്രിസ്റ്റിയോട് പറയാറുണ്ട്, അയ്യോ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പം എന്നോട് പറയാറുണ്ട്, ഭ്രാന്താ കേട്ടോ. കാരണം ഇത്രയും ചെയ്തിട്ട് വീണ്ടും ഇതിങ്ങനെ പറയുക. കാരണം ഞാൻ എന്നെ വിളിക്കുന്ന പേര് പറഞ്ഞില്ല എന്നേ ഉള്ളൂ, സ്നേഹത്തോടെയാണ് വിളിക്കുന്നത്. അപ്പോൾ അച്ഛന് അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ കാരണം ആ ഒരു തീവ്രതയും ആഗ്രഹവുമാണ്. അപ്പോൾ ഹി വാസ് വെരി കോപ്പറേറ്റീവ്. കഴിഞ്ഞ 2 വർഷം ട്രസ്റ്റിമാരായി പ്രവർത്തിച്ച ആളുടെ ടിജിക്കെ ഉമ്മൻ ആൻഡ് സജീവ് സാമുവൽ പ്രിയപ്പെട്ടവരുടെ ശുശ്രൂഷകളെ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഇതിൻ്റെ റിനോവേഷൻ, അതോടൊപ്പം തന്നെ ഗോൾഡൻ ജൂബിലിയുടെ പ്രവർത്തനങ്ങളുടെ ആരംഭം കുറിക്കുവാൻ പ്രിയ സജീവിൻ്റെ വലിയ സഹായം സഹകരണമുണ്ടായിരുന്നു. അത് നന്ദിയോടുകൂടി ഓർക്കുന്നു, പ്രത്യേകിച്ച് സന്തോഷം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 1 വർഷക്കാലം ഈ ഇടവയ്ക്ക് നേതൃത്വം നൽകുവാൻ ദൈവം നിയോഗിച്ച 2 പേരാണ് പ്രിയപ്പെട്ട തോമസ് വർഗീസ് സാറും ബിനു കുറിയാക്കോസും. ദൈവം നിയോഗിച്ചതാണ്, ദൈവം നമ്മളിൽ കൂടെ തിരഞ്ഞെടുക്കുവാനായിട്ട് അനുവദിച്ചതാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ ഇടവക സംഘം പൂർത്തീകരിച്ച് സന്തോഷത്തോടുകൂടെ നമുക്ക് പിരിയുവാനായിട്ട് സാധിക്കുന്നത്. ഞാൻ പറയും,
അവരിൽ ഒരേ ഒരു പ്രത്യേകത മാത്രം, ദേ ഫിയേർഡ് ഗോഡ്. ദൈവത്തെ ഭയന്ന് ദൈവത്തിൻ്റെ വേല ചെയ്തവരാണ്. ദേ ഫിയേർഡ് ഗോഡ്. ആ ഒരു ഭയമുള്ളത് കൊണ്ടാണ് അവർ ഇത്രമാത്രം ആത്മാർത്ഥത. അച്ഛന് വേണ്ടിയോ ഇടവയ്ക്ക് വേണ്ടിയിട്ടല്ല അവർ ചെയ്തത്, ദൈവത്തിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്തിരുന്നത്. ഇരുവരുടെയും കുടുംബത്തെ നന്ദിയോടുകൂടെ ഓർക്കുന്നു, അവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. നമ്മൾ ഇന്ന് വാങ്ങിപ്പോയ MT ഫിലിപ്പ് സാറിൻ്റെ വിയോഗം എപ്പോഴും വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ പൊള്ളിക്കുന്ന ഒരു അനുഭവമാണ്. നന്ദിയോട് ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഈ നാളുകളിൽ തോമസ് കെ എബ്രഹാം സാറ്, ഞാൻ പറയും, വൈസ് പ്രസിഡന്റ് തുല്യമായ പദവിയിലേക്ക് ഉയർന്ന ഒരു വ്യക്തിത്വമാണ്. എങ്ങനെയായിരിക്കണം ഒരു വൈസ് പ്രസിഡന്റ് എന്ന് കാണിച്ച അല്ലെങ്കിൽ കാട്ടിക്കൊണ്ടിരിക്കുന്ന ആളുള്ള പ്രിയപ്പെട്ട ജോയിച്ചാൻ, അൽമായ ശുശ്രൂഷകരായി പ്രവർത്തിച്ചതായുള്ള പ്രിയ രാജൻ കെ മാത്യുവും പ്രിയ AC തോമസും, അവർ എല്ലാ ദിവസവും രാവിലെ ഒരുക്ക പ്രാർത്ഥനയ്ക്ക് വരികയും പ്രിയ ജോസും കൃത്യസമയത്ത് വന്നു നിന്ന് ഞങ്ങൾക്കൊരു ഒരുക്ക പ്രാർത്ഥനയുണ്ട്, ഒരു തുയാബ ശുശ്രൂഷയുണ്ട്. കാരണം ഞങ്ങൾ ഒരുങ്ങിയില്ലെങ്കിൽ അവിടെ നടക്കുന്ന ആളുടെ ശുശ്രൂഷ വെറും ഒരു ഡ്രാമയായിപ്പോയി. ഇത് കർത്താവിൻ്റെ ആ ഒരു ജീവിതം മുഴുവനും അവതരിപ്പിക്കുകയാണ്. അതിനകത്ത് വ്യക്തി എന്നുള്ള ആളില്ല, അവിടെ ക്രിസ്തുവാണ് നിഴലിക്കേണ്ടത്. അതിനുവേണ്ടി ഞങ്ങൾ ഒരുങ്ങി അവരുടെ ആത്മാർത്ഥതയും പ്രാർത്ഥനകളും അത് നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി. അതോടൊപ്പം തന്നെ പ്രെയർ റെപ്രസെൻറ്റേറ്റീവ്സ്, എല്ലാ കാര്യങ്ങളും സമയബന്ധിതമായി തീർക്കാനായിട്ട് പ്രെയർ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ ആത്മാർത്ഥതയോടുകൂടെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഗോൾഡൻ ജൂബിലി കൃത്യസമയത്ത് തീർക്കുവാനായിട്ട് ഇടയായത്, പ്രത്യേകിച്ച് 2023 ഓഗസ്റ്റ് മാസം 6-ാം തീയതി ഇതിൻ്റെ കൂദാശ നിറവേറ്റുവാനായിട്ട് ഇടയായി തീർന്നത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതായുള്ള ഈപ്പൻ വർഗീസ് സാറിൻ്റെ കരുത്തുറ്റ നേതൃത്വം, വലിയ നേതൃത്വം. അതോടൊപ്പം തന്നെ പ്രിയ അജിത് സോൾ സാർ ഇന്നും ഒരു കൺസൾട്ടൻ്റ് എന്ന പോലെ ഏതൊരു കൺസ്ട്രക്ഷൻ ആവശ്യത്തിനും നല്ല നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. PS എബ്രഹാം സാറ്, ആ കമ്മിറ്റി, അവരെല്ലാം ഓർക്കുകയാണ്, നന്ദി കരയറ്റുകയാണ്. അനേകരുടെ പേരുകൾ എടുക്കണമെന്നുണ്ട്. പ്രത്യേകിച്ച് എല്ലാവരും വൈദികരാണെങ്കിലും മേൽപ്പട്ടക്കാരാണെങ്കിലും ഇവിടെ വരുമ്പോൾ പ്രിയ ഫിലോമോൻ സാറിനെ ഓർക്കാറുണ്ടല്ലോ. സാറ് ആരാധന മധ്യേ ഞായറാഴ്ചകളിൽ ആ നടുഭാഗത്ത് ഇരിക്കുന്നത് ഒരു സന്തോഷമാണ്. തിരിഞ്ഞു വരുമ്പോൾ പ്രിയ സാറിൻ്റെ ഒരു സാന്നിധ്യം അത് എപ്പോഴും ഒരു അനുഗ്രഹമായി, ഇടവകയുടെ ഒരു അലങ്കാരമായി തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സാറ് നൽകിയതാളുടെ സ്നേഹത്തിനും കടപ്പാടിനും നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജൂബിലി കൺവീനറായി പ്രവർത്തിച്ചതാളുള്ള ഡേവിഡ് ഫിലോമോൻ, വളരെ വ്യത്യസ്തമായി വളരെ കരുത്തുറ്റതായുള്ള രീതിയിൽ നമ്മൾ തീരുമാനിച്ചതാളുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച് നടപ്പിലാക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. പ്രത്യേകിച്ച് സന്തോഷ് ഡേവിഡ് ഫിലോമോൻ്റെ വലിയ സ്നേഹവും കരുതലും ഒരു സഹോദര തുല്യമായ ആ വാത്സല്യം അനുഭവിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചത് നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. ഈ ഇടവയെക്കുറിച്ച് പറയുമ്പോൾ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരിടവക, വെറുതെ പറയുകയല്ല. പ്രത്യേകിച്ച് ഈ അവസാന നാളുകളിൽ ഞങ്ങൾ കുടുംബമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ വാത്സല്യത്തിൻ്റെ നിറവാണ് സ്നേഹിക്കാൻ മാത്രം. അത് വെറുതെയല്ല. എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും എന്നോട് നേരിട്ട് എന്നെ പഴി പറഞ്ഞിട്ടുണ്ട് എന്ന്. ഈ 4 വർഷത്തിലും ആരുപോലും എന്നോട് നേരിട്ട് ഒരു വഴക്കിൻ്റെയോ ഇഷ്ടമില്ലാത്ത ഒരു വാക്കോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്നേഹിക്കാൻ മാത്രം അറിയാമെന്ന ഒരിടവക. ഞാൻ മനസ്സിലാക്കുന്നത് 10 സ്നേഹിക്കുമ്പോൾ 20 മടങ്ങ് സ്നേഹിക്കുന്ന ഒരിടവകയാണ് ഇത്. അത്രമാത്രം വാത്സല്യമുള്ള സ്നേഹനിധികളായ വ്യക്തിത്വങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പേരുകൾ എടുക്കണമെന്ന് ഉണ്ട്. ഇത്രയും പേര് ഇരിക്കുന്നത് തന്നെ ഞങ്ങളോടുള്ള നിങ്ങളുടെ വാത്സല്യവും ആത്മാർത്ഥതയോടുള്ള സ്നേഹവുമാണ്. അവർ ചർച്ച് ഈസ് എ ഫ്ലോയിങ് ചർച്ച്. ഞാൻ ഈ ഇടവയെക്കുറിച്ച് കണ്ടിരിക്കുന്നത് ഒഴുകുന്ന ഒരു ഇടവകയായിട്ടാണ്. നോട്ട് എ സ്റ്റാഗ്നന്റ് ചർച്ച്. കെട്ടിക്കിടക്കുന്ന ഒരു ഇടവകയായിട്ടല്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കെട്ടിക്കിടക്കുന്ന ഇടവയ്ക്ക് എന്തോ പറ്റുന്നത്? കെട്ടിക്കിടക്കുന്ന വെള്ളം നാറ്റം വമിക്കും. ഇവിടെ ഈ ഇടവക സുഗന്ധം പരത്തുന്ന ഇടവകയാണ്. നമ്മളിൽ മാത്രമല്ല, ചുറ്റുപാടുമുള്ള ദേശങ്ങളിൽ, സെൻട്രൽ സൗത്ത് ട്രാവൻകൂറിലുള്ള ഇടങ്ങളിൽ എത്രയോ പേർക്കാണ് ഈ ഒഴുകുന്ന ഈ ഉറവയിൽ നിന്ന് ജലം നൽകി പോഷിപ്പിച്ചത്. വി ആർ എ ഫ്ലോയിങ് ചർച്ച്.
We are a flowing church, not a stagnant church. Continue to be a flowing church. We are a mission church, mission oriented church. ഞാൻ പറയും, വിഷൻ ഉണ്ടെങ്കിൽ, if you have a vision, you can have your mission done. But if you don't have a vision, there is a possibility of division. A church with a vision has a mission. A church without a vision will become a ഡിവിഷനുള്ള ഒരു ഇടവകയായി തീരും. വി ആർ എ പ്രോഗ്രസീവ് ചർച്ച്. പുരോഗമനമായി ചിന്തിക്കുവാനും, പ്രത്യേകിച്ച് പ്രിയ സന്തോഷ്, നമ്മുടെ ഗോൾഡൻ ജൂബിലിയുടെ താഴെ ഭാഗത്തുള്ളതായുള്ള ആ ഒരു മുറി ഓഫീസ് റൂമായി പരിവർത്തിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ലാസ്റ്റ് മിനിറ്റ് ഒരു തീരുമാനമെടുത്ത് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അത് പുതിയ അച്ഛൻ വരുമ്പോൾ അച്ഛന് തീരുമാനം, അച്ഛന് പ്രവർത്തിക്കുവാനുള്ള ആവശ്യമുണ്ടല്ലോ. ഒരു പ്രോഗ്രസീവ് നേച്ചറാണ് അതിനെ കാണുന്നത്. കമ്മിറ്റി അപ്രകാരം പ്രോഗ്രസീവായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. വളരെ പുരോഗമനപരമായി ചിന്തിക്കുകയും, അത് നിങ്ങളുടെ ഒരു പ്രൊഫൈൽ കാരണമാണ്, നിങ്ങളുടെ ഒരു എഡ്യൂക്കേഷൻ കാരണമാണ്, നിങ്ങളുടെ ആ ഒരു ലോക വീക്ഷണം കാരണമാണ്. നിങ്ങൾ ട്രിവാൻഡ്രം മാത്രമല്ല കണ്ടിട്ടുള്ളത്, പല ദേശത്തെയും കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് നന്ദിയോടുകൂടെ ഓർക്കുന്നു. എ ചർച്ച് വിച്ച് വർക്ക്സ് ഇൻ എ ടീം. എനിക്കറിയാം സമയം പോയി എന്ന്, എന്നാൽ എൻ്റെ അവസാനത്തെ വാക്കുകളാണല്ലോ, നിങ്ങൾ സദയം ക്ഷമിക്കുക. എ ചർച്ച് വിച്ച് വർക്ക്സ് ആസ് എ ടീം. അത് ഗോൾഡൻ ജൂബിലി സമയത്ത് വിവിധ ടീമുകളായി പ്രവർത്തിച്ചത് ഞാൻ ഓർക്കുകയാണ്. പ്രിയാച്ചൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ആരാധനയെ സമ്പുഷ്ടമാക്കുവാൻ വേണ്ടി എല്ലാവരും സഹകരിച്ചു. ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളത്, രാവിലെ കൃത്യസമയത്ത് വരിക, അവസാനം ആശീർവാദം കഴിഞ്ഞിട്ട് പോകുക. ആദ്യ തലമുറ ഇട്ടതായുള്ള നല്ല പാരമ്പര്യം നിങ്ങൾ ഇന്നും ഈ ആരാധനയിൽ കാത്ത് സൂക്ഷിക്കുന്നു. എവറി ഇൻഡിവിജ്വൽ ക്യാൻ ബിക്കം എ മിഷണറി. അത് ഞാൻ ഇന്ന് ഓർപ്പിച്ചതുപോലെ ചെയ്യുക. ലേ ട്രെയിനിങ്ങിൽ കൂടെ ഈ വർഷം 25 അംഗങ്ങളാണ് നോമ്പ് പ്രാർത്ഥനകളിലും അതോടൊപ്പം തന്നെ ദേവാലയത്തിലുള്ളതായുള്ള ശുശ്രൂഷയിൽ 28 അംഗങ്ങൾ നേതൃത്വം നൽകി. അതെല്ലാം കൂടുതൽ കരുത്തുള്ളതാക്കി തീർക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് നിശ്ചയമായിട്ടും ഞാൻ ഓർപ്പിക്കുകയാണ്. ഞാൻ പുതിയ ഒരു ഇടവകയിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ്. പലരും പറഞ്ഞു, ഞാൻ വന്നതിന് ശേഷം അനേകർ ഇവിടെ മരണപ്പെട്ടു. എന്നാൽ ഞാൻ പറയും, നല്ലൊരു യാത്രയപ്പ് നൽകാനായിട്ട് സാധിച്ചു എന്നുള്ളത്. കാരണം പ്രിയപ്പെട്ടവർ, നഷ്ടപ്പെട്ടതായുള്ള കുഞ്ഞുങ്ങൾ വന്ന് നന്ദിയോടെ ഓർപ്പിക്കാറുണ്ട്, അച്ഛാ താങ്ക് യു ഫോർ വാട്ട് യു ഹാവ് ഡൺ. നല്ലൊരു യാത്രയപ്പ് കൊടുക്കാനായിട്ട് സാധിച്ചല്ലോ. പലര് നമ്മളിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വളരെ വ്യക്തതയോടുകൂടെ ഞാൻ പറയും, അവർക്കെല്ലാം നല്ലൊരു അവസാനം, നല്ലൊരു അന്ത്യം, നല്ലൊരു യാത്രയപ്പ് ഈ ഇടവയ്ക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു. പലയിടങ്ങളിലും ഓടിയെത്താൻ ശ്രമിച്ചു, ശരിയാണ്, പ്രിയപ്പെട്ടവരോടെ ചേർന്ന് എത്താൻ ശ്രമിച്ചു. ഞാൻ എൻ്റെ പ്രാഗൽഭ്യമോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ കഴിവോ കാണിക്കാനായിട്ടല്ല. ഒറ്റ ഒരു കാര്യം, വൈ I reached out because the church is thankful to you. സഭയ്ക്ക് നിങ്ങളോടുള്ള നന്ദി മാത്രമാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ മരിച്ചതാളുടെ സമയത്ത് വന്നിട്ടുണ്ടായിരിക്കാം. ഈ സഭയ്ക്ക് നിങ്ങളോടുള്ള സന്തോഷവും കടപ്പാടും നന്ദിയും അറിയിക്കുകയാണ്. അത് ഈ 4 വർഷം എന്നിൽ കൂടെയാണ്. നിങ്ങൾ ഈ ഇടവകയും ഈ സഭയും സ്നേഹിച്ചതിനുള്ള ഒരു നന്ദി മാത്രമാണ്, അല്ലാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് പ്രത്യേകിച്ച് ഓർപ്പിക്കട്ടെ. പ്രത്യേകിച്ച് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും സഹായങ്ങളും ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. ഒരാളുടെ പേര് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് നിങ്ങൾ ചിന്തിക്കാം. എനിക്ക് എപ്പോഴും എൻ്റെ സന്തത സഹചാരിയായി കൂടെ ഉണ്ടായിരുന്ന ആളുടെ പ്രിയ ജോസ്, കഴിഞ്ഞ 4 വർഷം മെയ് മാസം 1-ാം തീയതി 2022 മുതൽ ഈ ദിനം വരെ എന്നെ സഹായിക്കുകയും ആരാധനയിലും കൂദാശയിലും എനിക്ക് വേണ്ടുന്ന ആളുടെ എല്ലാ സഹകരണങ്ങളും സ്നേഹവും നൽകി. പ്രത്യേകിച്ച് ജോസിനോടും മഞ്ജുവിനോടും ജ്യോതിഷിനോടും ജോനാഥാനോടും എത്രമാത്രം ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വാക്കുകൾ കൊണ്ട് പറയുവാൻ സാധിക്കില്ല. അത്രമാത്രം ഞങ്ങളുടെ കടപ്പാടും സ്നേഹവും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഒരു കാര്യം പറയട്ടെ, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ പോയാലേ മറ്റൊരാൾ വരികയുള്ളൂ. ഞാൻ പോകുന്നത് നല്ലതാണ്, എന്നാൽ മാത്രമേ തോമസ് മാത്യു പി അച്ഛന് ഇവിടെ വരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ പറയും,
യോഹന്നാൻ പറഞ്ഞു, എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ യോഗ്യതയില്ല. പ്രിയാച്ചനെക്കുറിച്ച് അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അച്ഛൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ബലഹീനാണ് ഞാൻ. ഈ ശുശ്രൂഷ ഒരു കണ്ടിന്യൂയിങ് മിനിസ്ട്രിയാണ്. അപ്രകാരം ഈ ഒരു മിനിസ്ട്രി കണ്ടിന്യൂ ചെയ്യുവാൻ ദൈവം ഈ ഇടവയിൽ കൂടെ സാധ്യമാകട്ടെ. നിങ്ങൾ എനിക്ക് ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയതായുള്ള എല്ലാ സ്നേഹവും കരുതലും തോമസ് മാത്യു പി അച്ഛനും കുടുംബത്തിനും നൽകണം. ഈ ഇടവക അപ്രകാരം മാതൃകയുള്ള ഈ സഭയിലെ ഏറ്റവും മികച്ച, ഏറ്റവും നല്ല അഭിവൃദ്ധിയുള്ള ഒരു ഇടവകയായി തീരുവാൻ ഇടയാകണം. എല്ലാ പോഷക സംഘടനകളോടുള്ള നന്ദി അറിയിക്കട്ടെ. ഞാൻ പലരെയും വിട്ടുപോയിട്ടുണ്ടായിരിക്കാം, ക്ഷമിക്കുക. എല്ലാവരും ഉൾപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കിയാണ്. നിങ്ങളുടെ സ്നേഹം മാത്രം ഉള്ളവർ, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവർ. ഒരുപക്ഷെ നിങ്ങൾ അന്യോന്യം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് സ്നേഹം മാത്രമുള്ള ഈ ഇടവയ്ക്ക് എല്ലാ നന്ദിയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ എൻ്റെയും ക്രിസ്റ്റിയുടെയും കുഞ്ഞുങ്ങളുടെയും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. അതിക്രമിച്ചു പോയി സമയം എനിക്കറിയാം. എന്നിരുന്നാലും നിങ്ങളുടെ ഈ സ്നേഹത്തിന് പറഞ്ഞില്ല എങ്കിൽ നന്ദികേടാണ്. ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പാകെ കൈകൂപ്പി എല്ലാത്തിനും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം, ദൈവത്തിൻ്റെ വരവിനായി കാത്തിരിക്കാം. അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ കോൺഗ്രിഗേഷൻ്റെ ഒരു സോങ് ആണ്. എല്ലാവർക്കും എഴുന്നേൽക്കാം. എഴുന്നേറ്റുകൊണ്ട് പാടാം. അതിനെ തുടർന്ന് മിസ്റ്റർ AC തോമസ് പ്രാർത്ഥിക്കും. കരുണയിൽ സമ്പൂർണ്ണനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നുള്ള ദൈവമേ, വിലയേറിയ സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. വിശുദ്ധ പകൽക്കാലം തിരുമേനി ആരാധിപ്പാനും ഇടവസംഘമായി ചേരുവാനും പ്രത്യേക കർത്താവേ, പ്രിയാച്ചൻ്റെ യാത്രയപ്പ് സമ്മേളനത്തിന് വടിയങ്ങളായിരിക്കാൻ തക്കോണം തിരുമേനി അടിയങ്ങളെ ഇത്രത്തോളം ബലപ്പെടുത്തിയ ശക്തീകരിച്ച കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കഴിഞ്ഞ 4 വർഷക്കാലം ഈ ഇടവകയ്ക്ക് വേണ്ടുന്നതായിട്ടുള്ള നിർദ്ദേശങ്ങളും നേതൃത്വവും നൽകി കർത്താവേ. ഇടവകയെ അനേക പാതകളിലൂടെ നയിപ്പാൻ തക്കോണം തിരുമേനി കർത്താവെ പ്രിയദാസനിലൂടെ ഇടയാക്കിയതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പ്രത്യാല കർത്താവെ, ഗോൾഡൻ ജൂബിലിയുടെ ആഘോഷങ്ങളിലൊക്കെയും ഏറെ അനുഗ്രഹമായി കർത്താവെ നിൻ്റെ നാമം വിളിച്ചറിയിപ്പാൻ തക്കോണം ഇടവകയ്ക്കൊണ്ട് കർത്താവെ സാധിക്കുവാൻ പ്രിയാച്ചനിലൂടെ നീ പ്രവർത്തിച്ചതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഇനിയും കർത്താവെ അനേക കാര്യങ്ങൾ പ്രവർത്തിപ്പാൻ തക്കവണ്ണം തിരുമേനി ഇടവകയെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനെയും കൊച്ചമ്മയും ജീവനെയും മിലനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കഴിഞ്ഞ നാളുകളിൽ കർത്താവെ ഇടവയ്ക്കും സൺഡേ സ്കൂളിനും മറ്റു കർത്താവെ പ്രവർത്തനമൊക്കെയും
കൂട്ടിയ എല്ലാ കാര്യങ്ങളും കർത്താവെ തിരുനാമത്തിനായി തീരുവാൻ തക്കവണ്ണം സഹായിച്ചതിനായി സ്തുതിക്കുന്ന കർത്താവെ, പുതിയ ഇടവിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ ഏറെ അനുഗ്രഹമായി തീരുവാൻ ആ ഇടവയ്ക്കും ആ സമൂഹത്തിനും ആ ദേശത്തിനും കർത്താവെ അനുഗ്രഹമായി തീരുവാൻ അബ്രഹാം കടന്നുപോയതുപോലെ കർത്താവെ അനുഗ്രഹിക്കപ്പെടുവാൻ തിരുമേനി സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം അടിയങ്ങൾ പിരിയുന്നു. പിരിയാത്ത സാന്നിധ്യം ചിരങ്ങളിൽ അടിയങ്ങളെ എല്ലാവരെയും മറയ്ക്കുമാറാണെന്ന് ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ട് തിരുമറലുമാറാകണമേ. ആമേൻ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയരെ, നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം ഒരുങ്ങി വന്ന് നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ കാവലും കരുതലും നടത്തിപ്പും നാം എല്ലാവരോടും വിശിഷ്യ ഈ ഇടവകയിൽ നിന്ന് പുതിയ ഇടവകയിലേക്ക് പോകുന്ന പ്രിയ അച്ഛനോടും കൊച്ചമ്മയോടും അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകളോടും കൂടെ ഇപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു എന്നേക്കും വഴി നടത്തുമാറാകട്ടെ. ആമേൻ. ഉച്ചഭക്ഷണവും എല്ലാവർക്കും ക്രമീകരിച്ചിട്ടുണ്ട്. കൈസാന സമിതി അതിൽ കൂടെ പങ്കുകാരായി മാത്രമേ പോകാവൂ. നന്ദി. താങ്ക് യു. മുതിർന്നവർക്ക് 3rd ലെവലിൽ തന്നെ ആഹാരം ക്രമീകരിച്ചു. ആഹാരത്തിന് വേണ്ടി ഒരു നിമിഷം. സ്തോത്രമേശുവേ, സ്തോത്രമേശുവേ, ഈ ആഹാരം തന്ന നിൻ കൃപയ്ക്കായി സ്തോത്രമേശുവേ, ഈ ആഹാരം തന്ന നിൻ കൃപയ്ക്കായി സ്തോത്രമേശുവേ. ആമേൻ. ശാന്തമായി പിരിയാം.